ആകാശവാണി ദേശീയ നാടക പരിപാടിയിൽ ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു ആമ്രപാലി. മൂല തെലുഗു രചന ഇന്ദ്രഗണ്ഡി ശ്രീകാന്ത് ശർമ്മ. ഹിന്ദി വിവർത്തനം ഡോക്ടർ ടി.സി. വസന്ത. മലയാള പരിഭാഷ സത്യനാഥ് രാമനാട്ടുകര. സംവിധാനം മാത്യു ജോസഫ്, ടി.വി. അശ്വതി. ശബ്ദം നൽകിയവർ എൽ.സി. സുകുമാരൻ, സൗവർണിക വാരിജൻ, കെ.സി. കരുണാകരൻ പേരാമ്പ്ര, ഹരികൃഷ്ണൻ നമ്പൂതിരി, എൻ.വി. ബിജു, സുന്ദർരാജ് രാമനാട്ടുകര, ടോമി എബ്രഹാം, വിനോദ് മേക്കോത്ത്, എസ്. വിജയകുമാർ, ഗംഗാധരൻ ആയിടത്തിൽ, അനിൽ ആയഞ്ചേരി, എൻ.കെ. എടക്കയിൽ, എം.ടി. ശ്രീകേഷ്, ശോഭീഷ് പേരാമ്പ്ര, ടി.കെ. മനോജ് കുമാർ, ടി. പുരുഷു. ആമ്രപാലി നാടകം ആരംഭിക്കുന്നു. തരളാ, തരളാ, എവിടെ പോയി എല്ലാവരും? സന്ധ്യാനേരമായല്ലോ. ആ, അങ്ങ് വന്നോ? എവിടെ എല്ലാവരും? സന്ധ്യാവന്ദനത്തിലുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. ചിലർ കളരിയിൽ വിളക്ക് വെക്കാൻ പോയിരിക്കുന്നു. ആ, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിരുന്നു. പക്ഷേ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ സ്വാമി. മഗധയിലെ രാജകൊട്ടാരത്തിൽ പോയി ഗോപമന്ത്രിയെ കാണാൻ. പക്ഷെ അദ്ദേഹം മഹാരാജാ ബിംബിസാരനുമൊത്ത് നായാട്ടിനായി വനത്തിൽ പോയിരിക്കുന്നു. ഓ, അതായത് പോയ കാര്യം നടന്നില്ലെന്നർത്ഥം. എന്റെ കുട്ടി എവിടെ? ആമ്രപാലി. അവള് സന്തോഷവതിയായി ചന്ദനക്കട്ടിലിൽ ഇരുന്ന് വീണ വായിക്കുന്നു. അവളോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറയാമോ? നല്ല ക്ഷീണമില്ലേ? അങ്ങ് പോയി കുളിച്ചിട്ട് വരൂ. ഞാൻ കുളിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ഭക്ഷണം തയ്യാറായിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച ശേഷം അങ്ങയ്ക്ക് പ്രിയപുത്രിയുമായി മനസ്സ് നിറയെ എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാലോ. തരളാ, ഈ വീടിന്റെ വിളക്കാണവൾ. അവളെയൊന്ന് കണ്ടാൽ അതോടെ എന്റെ ക്ഷീണമെല്ലാം മാറും. ക്ഷമിക്കണേ സ്വാമി, ഞാൻ വെറുമൊരു ഭൃത്യ. പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ആമ്രപാലിയുടെ വിവാഹം നടത്താനുള്ള ശ്രമത്തിലാണ് അങ്ങ്. അങ്ങയുടെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദു ഈ വീടിന്റെ ഐശ്വര്യദേവും ഒക്കെ സമ്മതിച്ചു. പക്ഷേ വിവാഹം കഴിഞ്ഞ് അവൾ ഇവിടെ നിന്ന് പോയാൽ പിന്നെ അങ്ങ് ശേഷിച്ച ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കും? ഏതൊരച്ഛന്റെയും ഗൃഹാങ്കണത്തിലെ സൗഭാഗ്യമാണ് മകൾ. അവളെ മറ്റൊരാളുടെ വീട്ടുമുറ്റത്തേക്ക് വിടേണ്ടി വരുമ്പോൾ ദുഃഖമുണ്ടാവും, സ്വാഭാവികം. ഞാനും ഒരു അച്ഛനാണ്. എന്റെ മകളെ യാത്രയാക്കുമ്പോഴും ഞാൻ ആഗ്രഹിക്കും അവൾക്കവിടെ സ്നേഹം കിട്ടണം, സന്തോഷം കിട്ടണം, ആദരവ് കിട്ടണം. അവളുടെ ഓർമ്മകളിൽ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇത്രയൊക്കെ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾ അച്ഛനും മകളും തമ്മിലുള്ള അത്യപൂർവമായ ഈ സ്നേഹബന്ധം കാണുമ്പോൾ ഞാനും സന്തോഷിക്കാറുണ്ട്. പക്ഷേ അങ്ങയുടെ ആഗ്രഹം നടക്കുമോ? വൈശാലിയിലെ ജനങ്ങൾ അവരതിന് സമ്മതിക്കുമോ? വൈശാലിയുടെ സുരക്ഷാ സേനയുടെ തലവനായിരുന്നു അങ്ങ്. അങ്ങയുടെ കർത്തവ്യബോധവും ധീരതയുമൊക്കെ അവർ ഓർക്കുമോ, പരിഗണിക്കുമോ? ഈ ഒരു അച്ഛന്റെയും മകളുടെയും സ്നേഹബന്ധത്തിന് അവർ വില കൽപ്പിക്കുമോ? തീർച്ചയായും. അതൊക്കെ കാണാതിരിക്കുന്നത് എങ്ങനെ? സമ്മതിച്ചാലും ശരി, എതിർത്താലും ശരി, ആമ്രപാലിയുടെ വിവാഹം നടത്തണം. അതെന്റെ തീരുമാനമാണ്. ഒരാൾക്കും എന്നെ തടുക്കാനാവില്ല. ഇക്കാര്യത്തിൽ ഗോപമന്ത്രി നമ്മളെ സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തരള, കേട്ടിട്ടില്ലേ? കർമ്മണ്യേ വാധികാരസ്ഥേ. പ്രയത്നിക്കുക, ഫലം കിട്ടാതിരിക്കില്ല. അദ്ദേഹം സഹായിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കഷ്ടതയും ദുരിതവും വരുമ്പോൾ മാത്രമാണല്ലോ തനിക്ക് മിത്രമാര് ശത്രുവാര് എന്ന് മനസ്സിലാക്കാനാവുന്നത്. നോക്കാം. ജന്മം കൊടുത്ത അച്ഛന്റെ സ്നേഹത്തെക്കാൾ മഹത്തരമാണ് ദത്തെടുത്ത ഈ വളർത്തച്ഛന്റെ സ്നേഹം. എനിക്കറിയില്ല ഏത് കൊടുങ്കാട്ടിൽ നിന്നാണ് ഈ കുഞ്ഞിനെ അങ്ങയ്ക്ക് ലഭിച്ചതെന്ന്. അങ്ങ് അവളെ മകളായി കരുതി വീട്ടിൽ കൊണ്ടുവന്നു. അവളെ വളർത്തി വലുതാക്കി. ആമ്രപാലി ഇന്ന് ഈ വീടിന്റെ മാത്രമല്ല, ഈ വൈശാലി നഗരത്തിന്റെ ആകെ മൊത്തം വിളക്കാണ്. ആഹാ, ഇത് വന്നല്ലോ അങ്ങയുടെ പ്രിയപുത്രി. അച്ഛാ, മഗധയിൽ പോയിട്ട് എപ്പോൾ തിരിച്ചെത്തി? അല്ല,
എന്താ ഈ വിളക്കൊന്നും തെളിയിക്കാത്തത്? വേലക്കാരൊക്കെ എവിടെ? ആ വരൂ മകളെ. ആ അച്ഛന്റെ തങ്കക്കുടം എന്താ പറഞ്ഞത്? ഇരുട്ടോ? ഇവിടെയോ? ആ ശരിയാണ്, കുറച്ചു മുമ്പ് വരെ ഇരുട്ടായിരുന്നു അല്ലേ തള്ള? പക്ഷേ ഇപ്പോൾ നോക്ക്, എന്തൊരു പ്രകാശം! സർവത്ര വെളിച്ചത്തോട് വെളിച്ചം. ശരിയാണ് സ്വാമി, ഇനി ഇപ്പോൾ വിളക്ക് കത്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ആഹാ, സേവിക, തോഴി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. അച്ഛൻ എന്ത് പറഞ്ഞാലും ശരി സ്വാമി, ശരി സ്വാമി എന്നല്ലാതെ മറ്റൊരു വാക്കില്ല. ആ, അച്ഛൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചതല്ലേ, വേഗം കുളിച്ചു വന്നോളൂ. നിന്നെ കണ്ടതോടെ ക്ഷീണമൊക്കെ മാറിയില്ലേ മോളെ? എന്തായാലും ഞാൻ കുളിച്ചിട്ട് വരാം. ആ അച്ഛാ, പിന്നെ ഇന്ന് നമുക്ക് ഭക്ഷണം മുകളിലാക്കാം. തൃക്കാർത്തിക നാളിൽ തുറന്ന ആകാശത്തിന് താഴെ പാലൊളി നിലാവത്ത് പൂർണ്ണചന്ദ്രനെയും നോക്കിക്കൊണ്ട്. നിനക്കെന്താണോ ഇഷ്ടം അങ്ങനെ. ആ ഇപ്പൊ വരാം. ഇന്ന് എന്തായാലും ഒരു കാര്യം സംഭവിക്കും, ഉറപ്പ്. അതെന്താ? ഇന്ന് തൃക്കാർത്തിക ദിവസം. പൗർണമിയിൽ ആകാശത്ത് മറ്റൊരു അത്ഭുതവും കൂടി സംഭവിക്കും. എന്തത്ഭുതം? അതായത് ഇന്ന് നിന്റെ മുഖ സൗന്ദര്യത്തിന്റെ ഈ വെട്ടിത്തിളങ്ങുന്ന ശോഭയുണ്ടല്ലോ, അത് തിരിച്ച് ചന്ദ്രനിലേക്കും പ്രസരിക്കും. പാവം ചന്ദ്രൻ തോറ്റുപോകും. തമാശ പറഞ്ഞ് കളിയാക്കാൻ എന്നെ മാത്രമേ ഇന്ന് കിട്ടിയുള്ളൂ അല്ലേ? സമയമായിട്ട് വന്നില്ലല്ലോ. രാജ്യത്ത് എല്ലാവർക്കും ഒരേ നിയമം തന്നെയല്ലേ? പിന്നെ ഒരു നിയമം, മറ്റൊരു ഒരു നിയമം. അത് നമുക്ക് എനിക്കറിയില്ല. എല്ലാവരും ഒരുപോലെയാണ്. മാന്യമഹാജനങ്ങളെ, ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ വൈശാലി നഗരത്തിന്റെ പരിപാലകനും സർവോപരി അതീവ ബലവാനും കാരുണ്യവാനുമായ സിംഹസ്വാമി മഹാരാജാവ് എഴുന്നള്ളുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള 8 ലിച്ചാവി കുടുംബങ്ങളിലെ തലവന്മാർക്കും അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന മറ്റു 902 പ്രമുഖ വ്യക്തികൾക്കും ഈ ജനസഭയിലേക്ക് സ്വാഗതം. എല്ലാ മഹാരഥന്മാരും വിജയശ്രീ ലാളിതരാവട്ടെ. ഈ സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള മഹാരഥന്മാരെ, ഇന്ന് 8 ഉന്നത കുലങ്ങളിൽപ്പെട്ടവർ ഇവിടെ ഇങ്ങനെ സമ്മേളിക്കുന്നതിനുണ്ടായ വളരെ ഗൌരവതരമായ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിവുണ്ടാകുമെന്ന് നാം കരുതുന്നു. എനിക്കെല്ലാവരോടുമായി ഒരപേക്ഷയേ ഉള്ളൂ. ശാന്തിക്കും സമാധാനത്തിനും ഭംഗം വരുത്തരുത്. ഇന്ന് ഈ സഭ വിളിച്ചു ചേർത്തതിന്റെ ഉദ്ദേശം ഒരു വിശിഷ്ട സഭാംഗത്തിനെതിരെ ഉയർന്നുവന്ന ആരോപണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. സമൂഹത്തിൽ നിലനിന്നു പോന്ന നിയമങ്ങളെ നിരാകരിക്കുന്നുവെന്നതാണ് ആ ആരോപണം. നമ്മുടെ സഭയുടെ തീരുമാനങ്ങൾ ഈ സമൂഹത്തെയാകെ ബാധിക്കുന്ന തീരുമാനങ്ങളാണ്. രാജ്യത്തിന്റെ സംരക്ഷകർ നിർമ്മിക്കുന്ന അത്തരം നിയമങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്വന്തമായ സുഖമോ സന്തോഷമോ സൽപ്പേരോ ബാധകമാകില്ല. ശരിയാണ്. വൈശാലിയുടെ ഭരണ സംവിധാനത്തെ അപമാനിക്കാൻ ആർക്കും അവകാശമില്ല. അത് അചഞ്ചലമാണ്. ആരോപണം എത്ര ഗൗരവതരമാണെങ്കിലും അച്ചടക്ക മര്യാദകളുടെ സീമകളെ ലംഘിക്കാൻ ആർക്കും അധികാരമില്ല. അവൻ എത്ര വലിയവനാണെങ്കിലും നിയമങ്ങൾ പാലിക്കപ്പെടുക തന്നെ വേണം. ആരോപണ വിധേയനായ വ്യക്തി എവിടെ? ആരാണത്? അദ്ദേഹത്തെ ഉടൻ സഭയ്ക്ക് മുമ്പാകെ ഹാജരാക്കട്ടെ. സഭയുടെ വിശിഷ്ടാംഗമായ മഹാനാമൻ സ്വാമി അവർകൾ. സൈന്യാധിപൻ പ്രതിസ്ഥാന സഭാധ്യക്ഷൻ സിംഹസ്വാമി കൂടാതെ വലിയ ബലവാന്മാരും പരാക്രമശാലികളുമായ എല്ലാ രാജ്യസഭാംഗങ്ങൾക്കും എന്റെ പ്രണാമം. ഇന്ന് എന്നെ ഈ സഭയ്ക്ക് മുമ്പാകെ വിചാരണയ്ക്കായി വിളിപ്പിച്ചതിന്റെ കാരണം, മഹാനാമൻ, താങ്കൾ വൈശാലി ഭരണസഭയുടെ അത്യന്തം ബഹുമാനിക്കപ്പെടുന്ന അംഗമാണ്. സാധാരണ ജനത്തിനു മുമ്പിൽ ആദർശവാനാണെന്ന് തെളിയിക്കേണ്ടത് താങ്കളുടെ ധർമ്മമാണ്. ഞാൻ എപ്പോഴും ചെയ്തു പോന്നതും അതുതന്നെയാണ്. ഞാൻ എന്ത് അപരാധമാണ് ചെയ്തിട്ടുള്ളത്? അങ്ങയുടെ നേതൃത്വത്തിൽ
ആരെങ്കിലും തെറ്റ് ചെയ്യാൻ ധൈര്യപ്പെടുമോ? ഒരിക്കലുമില്ല. എന്നാൽ ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. മഹാനാമൻ, അങ്ങയുടെ ദത്തുപുത്രി ആമ്രപാലിക്ക് ഇന്ന് 18 വയസ്സ് തികയുകയാണ്. വൈശാലിയുടെ ജനങ്ങൾ ഏറ്റവും വലിയ സുന്ദരിപ്പട്ടം ചാർത്താനായി അവളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. അങ്ങാകട്ടെ ആമ്രപാലിയുടെ വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നു. എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? നിയമമനുസരിച്ച് അമ്രപാലിക്ക് മാത്രം മറ്റൊരു രാജ്യനിയമം പാലിക്കപ്പെടും. സത്യമാണ്. ദത്തുപുത്രിക്ക് വിവാഹമോ? എല്ലാം അറിഞ്ഞുകൊണ്ടും അങ്ങ് ആശ്ചര്യമായിരിക്കുന്നു. ആമ്രപാലി എന്റെ മകളാണ്. എന്റെ കുടുംബത്തിന്റെ ഐശ്വര്യ ദീപമാണ് അവൾ. അവൾ അനാഥയല്ല. മക്കളില്ലാത്ത എനിക്ക് ദൈവം തന്ന അനുഗ്രഹമാണ്. ഞാൻ മഹാനാമൻ ആമ്രപാലിയുടെ അച്ഛനാണ്. അവരുടെ വിവാഹം നടത്താനുള്ള എന്റെ തീരുമാനം ഇത്ര വലിയൊരു അപരാധമാകുന്നത് എങ്ങനെ? താങ്കൾക്ക് നമ്മുടെ നിയമസംഹിതയെക്കുറിച്ച് അറിവില്ലേ? നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ആചാരങ്ങളും നിയമങ്ങളും വെച്ച് ഇത്തരമൊരു കന്യകയുടെ, അതായത് മാതാപിതാക്കൾ ആരെന്നറിയാത്ത ഒരു കന്യകയുടെ വിവാഹം നടക്കാൻ പാടില്ല. എന്താ താങ്കൾക്ക് ഇക്കാര്യം അറിയില്ലേ? അനാഥകളായി ജനിക്കുന്ന ഇത്തരം കന്യകമാർക്ക് വിവാഹം നിഷിദ്ധമാണെന്ന്. അവരെ ഗണികകളായി കണക്കാക്കണമെന്നത്, ഗണികകളാവാനാണ് അവരുടെ നിയോഗമെന്നത്. അവൾ എന്റെ മകളാണ്. ആമ്രപാലി എന്റെ പുത്രിയാണ്. എന്റെ മകൾ ഗണികയാവുക എന്നത് എനിക്ക് സമ്മതമല്ല. ഞാൻ അതിന് അനുവദിക്കുകയില്ല. ഒരിക്കലും അനുവദിക്കില്ല. ഞാനും നിങ്ങളെപ്പോലെ ലക്ഷാവികുലജാതനാണ്. 42 വർഷം വൈശാലിയുടെ സേനാനായകനായി ഈ രാജ്യത്തെ സേവിച്ചവൻ, രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയും സന്തോഷവും എന്റെ ഈ വാളുകൊണ്ടും ശരീരം കൊണ്ടും കാത്തു സൂക്ഷിച്ചവൻ, വൈശാലിയുടെ ശത്രുക്കളെ ഉന്മൂലനാശം ചെയ്തവൻ, അച്ചടക്കവും ആചാരവും വിശ്വാസവും കാത്തു സൂക്ഷിച്ചവൻ. ഒടുവിൽ ഞാൻ വീണ്ടും പറയുന്നു, ആമ്രപാലി എന്റെ മകളാണ്. അവരുടെ വിവാഹം നടത്തേണ്ടത് എന്റെ കർത്തവ്യമാണ്. അങ്ങയുടെ മകളോ? അങ്ങവളുടെ അച്ഛനോ? എങ്ങനെ ആരാണ് അവൾക്ക് ജന്മം നൽകിയത്? അങ്ങാണോ? പ്രകൃതി. ഈ ഭൂമിയുടെ ഗർഭപാത്രത്തിലാണ് അവൾ രൂപം കൊണ്ടത്. വികാരങ്ങൾക്കും അനാചാരങ്ങൾക്ക് വേണ്ടി അവളെ ബലി കൊടുക്കാനാവില്ല. ഞാൻ അതിനനുവദിക്കില്ല. കുറെ നേരമായി കേൾക്കുന്നു താങ്കളുടെ പ്രസംഗം. മഹാനാമ, ഈ രാജ്യത്തെ ജനങ്ങളുടെ നന്മയ്ക്കായി നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ താങ്കൾക്കും ബാധകമാണ്. ആ നിയമങ്ങൾ താങ്കളും ആമ്രപാലിയും അനുസരിച്ചേ മതിയാകൂ. അവൾ ഗണികയാകണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. അതങ്ങനെ തന്നെ ആകണം. ഞാനൊന്ന് ചോദിച്ചോട്ടെ? ഈ രാജ്യസഭയിൽ പങ്കെടുക്കുന്ന മാന്യമിത്രങ്ങളെയെല്ലാം ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മഹാരാജൻ സിംഹസ്വാമിയുടെ പുത്രി ചേലാദേവി എങ്ങനെ മഗധയിലെ മഹാരാജാ ബിംബിസാരന്റെ വധുവായി? അതിനുത്തരമുണ്ടോ? മഹാനാമൻ, താങ്കളുടെ ഈ വാദം തെറ്റാണ്. എല്ലാവരെയും പോലെ താങ്കൾക്കും അറിയാം എന്റെ മകൾ ചേലയുടെ വിവാഹം നടന്നത് ഏത് സാഹചര്യത്തിലാണെന്ന്. ഇവിടെ നിന്നും ബഹിഷ്കൃതനാക്കപ്പെട്ട എന്റെ ജ്യേഷ്ഠൻ ഗോപസ്വാമി മഗധയിലേക്ക് പോയി. മഗധയിലെ രാജാവ് ബിംബിസാരന്റെ മന്ത്രിയായി. പിന്നീട് രാത്രിയുടെ മറവിൽ എന്റെ മാളികയിൽ കടന്നുകയറി എന്റെ മകളെ അപഹരിച്ചു. എന്നിട്ട് അവളെ ബിംബിസാരനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. പറയൂ, ഇതിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഇയാൾ എന്തൊക്കെയായി പറയുന്നത്? വിദണ്ഡവാദം. എന്തും പറയാമോ? എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളില്ലേ? മഹാനാമൻ, ഞങ്ങൾക്ക് പറയാനുള്ളത് ശാന്തമായി ശ്രദ്ധിച്ചു കേൾക്കൂ. വൈശാലിയിലെ മാത്രമല്ല, ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിലെ എല്ലാം കണക്കെടുത്താലും സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ആമ്രപാലി 1-ാം സ്ഥാനത്താണ്. എല്ലാ കലകളിലും അവൾ അതിനിപുണയാണ്, സാക്ഷാൽ സരസ്വതി ദേവി. പക്ഷെ അവളുടെ മാതാപിതാക്കൾ ആരെന്ന് ആർക്കും അറിയില്ല. ഈ ഒരു പരിതസ്ഥിതിയിൽ നിയമം അനുശാസിക്കുന്നത് എന്താണ്? അതെന്താണെന്ന് അങ്ങേക്കും അറിവുള്ളതാണല്ലോ. വൈശാലിയിലെ ധനാഢ്യർ, പ്രഭുക്കന്മാർ, വീരന്മാരായ യുവാക്കൾ ഇവരെല്ലാം ആമ്രപാലിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയൊരു സൗന്ദര്യമൂർത്തിയെ വൈശാലിയിലെ എല്ലാ നഗരവാസികൾക്കും വേണ്ടി പ്രഭചൊരിയുന്ന ഒരു മണിദീപം കണക്കെ നഗരവധുവായി, സമൂഹഗണികയായി മാറ്റേണ്ടതാണ്. അവളെ വിവാഹം ചെയ്തയക്കാൻ നിയമപ്രകാരം സാധ്യമല്ല. ഇതന്യായമാണ്.
അധർമ്മമാണ്. ആമ്രപാലി ഗണികയാവുക എന്നത് അവളുടെ അച്ഛനായ എനിക്ക് സമ്മതിക്കാനാവില്ല. സുഹൃത്തെ മഹാനാമ, താങ്കൾക്ക് വേണ്ടി നീതി നിയമങ്ങൾ പുതുതായി എഴുതി ചേർക്കാനാവില്ല. തീരുമാനമെടുത്തു കഴിഞ്ഞു. പരമ്പരകളായി തുടരുന്ന ആചാരമനുസരിച്ച് അങ്ങയുടെ ദത്തുപുത്രി ആമ്രപാലി ഗണികയായി തന്നെ കഴിയണം. ഇത് രാജ്യസഭയുടെ ഉറച്ച തീരുമാനമാണ്. ഇനി താങ്കൾക്ക് ഈ സഭ വിട്ട് പുറത്തു പോകാം. സിംഹസ്വാമി, സഭാംഗങ്ങളെ, ഇത് അന്യായമാണ്, അധർമ്മമാണ്. രാജശാസനം നടക്കണം. ശരി, ഇതാണ് എല്ലാവരുടെയും തീരുമാനമെങ്കിൽ എന്റെ തീരുമാനവും കേട്ടുകൊള്ളൂ. എന്നെ അതിന്റെ പേരിൽ ഈ നാട്ടിൽ നിന്ന് ബഹിഷ്കരിച്ചാലും വേണ്ടില്ല. ഞാൻ അവളുടെ വിവാഹം നടത്തും. അത് വൈശാലിയുടെ അതിരുകൾ കടന്ന് മറ്റൊരു ദേശത്ത് പോയിട്ടായാലും ശരി. കാരണം ആമ്രപാലി എന്റെ പുത്രിയാണ്. ഇത് നിയമലംഘനമാണ്. പാരമ്പര്യത്തെ നിഷേധിക്കലാണ്. നീതിന്യായ വ്യവസ്ഥയെ അവഹേളിക്കലാണ്. ഇത് സമൂഹത്തിന് ആപത്താണ്. സേനാധിപതി ഗോവിന്ദസ്വാമി. അടിയൻ ആജ്ഞാപിച്ചാലും മഹാരാജൻ. മഹാനാമന്റെ മേലൊരു കണ്ണു വേണം. അടിയൻ. അയാളെ ശ്രദ്ധിക്കാൻ ഒരു ചാരന നിയോഗിക്കണം. യാതൊരു കാരണവശാലും മഹാനാമനും ആമ്രപാലിയും നഗരം വിട്ടു പോകാൻ അനുവദിക്കരുത്. ഓ മഹാരാജൻ. മഗധയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ കച്ചവടത്തിനായി വരുന്ന വ്യാപാരികളെയും ശ്രദ്ധിക്കണം. ഒരു വീഴ്ചയും ഈ കാര്യത്തിൽ ഉണ്ടാവരുത്. ആജ്ഞകൾ അണുവിട തെറ്റാതെ പാലിക്കുമെന്ന് ഉറപ്പു തരുന്നു മഹാരാജൻ. സ്വാമി, ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ നിരാഹാരം കിടക്കുന്നത് കഷ്ടമാണ്. നോക്കൂ, ആമ്രപാലിയും എത്ര ദുഃഖിതയാണെന്ന്. നോക്ക്, എന്തൊരു സമൂഹമാണിത്, എന്തുതരം മനുഷ്യർ. വൈശാലിയിൽ ഇനിയും കഴിയുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അപമാനകരമാണ്. എന്റെ മകളെ നരകത്തിയിലേക്ക് തള്ളിവിടാനുള്ള ഇവരുടെ ശ്രമം വിജയിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ നഗരം വിട്ട് ദൂരെ എങ്ങോട്ടെങ്കിലും പോണം. അച്ഛൻ എന്തൊക്കെ അബദ്ധങ്ങളാണ് ഈ പറയുന്നത്? വൈശാലിയിലെ ജനങ്ങൾ എന്നെ പോകാൻ അനുവദിക്കുമോ? അഥവാ നമ്മൾ പോവാൻ ശ്രമിച്ചാലും എങ്ങോട്ട് പോകും? നമ്മൾ മഗധയിലേക്ക് പോകും. അവിടെ ഗോപമന്ത്രിയുണ്ട്, ഗോപന്ന. നമ്മുടെ സിംഹസ്വാമിയുടെ ജ്യേഷ്ഠ സഹോദരനല്ലേ. അനുജന്റെ മകളെ ബിംബിസാര മഹാരാജാവിന് വിവാഹം ചെയ്തു കൊടുക്കുക വഴി അദ്ദേഹം എന്നേക്കുമായി വൈശാലിയുടെ ശത്രുവായി മാറിയില്ലേ? അച്ഛാ, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള തീരുമാനം അച്ഛൻ എനിക്ക് വിട്ടുതരൂ. ആദ്യം അച്ഛൻ പോയി ഭക്ഷണം കഴിക്കൂ. സ്വാമി, ഈ ഭൃത്യയുടെയും ആഗ്രഹം അത് തന്നെയാണ്. മകൾ പറയുന്നത് അനുസരിക്കൂ. എന്തെങ്കിലും ഒരു മാർഗം തെളിഞ്ഞു വരാതിരിക്കില്ല. നമ്മൾ വലിയൊരു വിപത്തിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന് മാത്രമേ നമ്മെ രക്ഷിക്കാനാവൂ. എന്തെങ്കിലും മാർഗം കാട്ടിത്തരാനാവൂ. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എന്റെ കൂട്ടുകാരി വകുല ഇന്ന് എന്നോട് വന്ന് പറഞ്ഞു, അച്ഛനെ നിരീക്ഷിക്കാൻ രാജാവ് ഒരു ചാരണം നിയോഗിച്ചിട്ടുണ്ടെന്ന്. നഗരത്തിന് പുറത്തേക്ക് സഞ്ചരിക്കാൻ വിലക്കുണ്ട്. മഗധയിൽ നിന്നുള്ള കച്ചവട സംഘത്തിൽപ്പെട്ട കാമാസ്വാമി വകുലയുടെ ഒരു ബന്ധുവാണ്. അയാൾ നിന്നെയും അച്ഛനെയും ഈ നഗരത്തിൽ നിന്ന് പുറത്തു കടത്താനുള്ള എന്തെങ്കിലും ഉപായം കണ്ടുപിടിക്കുമെന്നാണ് അവൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അച്ഛൻ നിന്റെ വിവാഹം നടത്തുമെന്ന ഉറച്ച തീരുമാനത്തിലാണ്. അതിനാൽ നിങ്ങൾ രണ്ടുപേരും എങ്ങനെയും മഗധയിൽ എത്തിച്ചേരണം. മഗധയിൽ എത്തിയാലും അച്ഛന്റെ ആഗ്രഹം നടക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഗോപന്ന പണ്ടിവിടെ ഉണ്ടായിരുന്നപ്പോഴത്തെ കഥ വേറെയാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ബിംബിസാര മഹാരാജാവിന്റെ മന്ത്രിയാണ്. ഞങ്ങളോ സ്നേഹബന്ധങ്ങളുടെ കെട്ടുറപ്പൊക്കെ അതത് സമയത്തെ സാഹചര്യവും സ്ഥാനവലിപ്പവും അനുസരിച്ച് മാറിയെന്നിരിക്കും. അവിടെ അച്ഛൻ അപമാനിക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിനത് താങ്ങാനാവില്ല. അച്ഛന് മാത്രമല്ല, എനിക്കും. ആരോ വരുന്നുണ്ട്. ആരോ വരുന്നു. അച്ഛനാണ്. സ്വാമി,
പകല നിങ്ങൾ രണ്ടുപേരെയും അതിർത്തി കടത്തിവിടാൻ തയ്യാറാണ്. പക്ഷേ വകുലയെ പൂർണ്ണമായും വിശ്വസിക്കാമോ തരള? അച്ഛ, പ്രശ്നം വകുലയെ വിശ്വസിക്കാമോ എന്നത് മാത്രമല്ല, സൈനികർ അങ്ങയെ പിടിച്ചാൽ വലിയ അപമാനമായിരിക്കും സഹിക്കേണ്ടി വരിക. കൊന്നു തള്ളാനും മടിക്കില്ല. ഇനി ഞാനിങ്ങാൻ അവരുടെ കയ്യിൽപ്പെട്ടാലോ എന്ത് സംഭവിക്കുമെന്നറിയില്ല. എന്തായാലും സുഖമുള്ള കാര്യമല്ല. ഈ കഷ്ടപ്പാടുകളെല്ലാം വെറുതെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് തിരിച്ചു പോകാം അച്ഛ. ഞാൻ ഗണികയായി തന്നെ ജീവിച്ചു കൊള്ളാം. ഇല്ല, അങ്ങനെ പറയല്ല മകളെ, എനിക്കത് താങ്ങാനാവില്ല. ഇല്ല ഇല്ല ആമ്രപാലി, ഗണികയാവാൻ ഞങ്ങൾ നിന്നെ വിട്ടുകൊടുക്കില്ല. മറ്റു മാർഗങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വരൂ, നടക്കൂ. കണ്ടോ കണ്ടോ, മഹാനാമനെ വീട്ടുതടങ്കലിലാക്കിയതോടെ ആമ്രപാലിയുടെ അഹംഭാവം പറ്റെ കുറഞ്ഞത്. എല്ലാവരും നിശബ്ദരായിരിക്കണം. ഗോവിന്ദസ്വാമി, അടിയൻ. സഭാംഗങ്ങളെ ആമ്രപാലിയുടെ സന്ദേശം അറിയിക്കൂ. മഹാരാജൻ, മറ്റു വിശിഷ്ടാംഗങ്ങളെ, ഈ വിശേഷ സന്ദേശമറിയിക്കാൻ മഹാനാമൻ തന്റെ വീട്ടിൽ നിന്നും പുറത്തു വന്നില്ല. അത്യപൂർവ സുന്ദരിയായ ആമ്രപാലിയാകട്ടെ പുറത്തുവന്ന് സ്വയം തന്റെ തീരുമാനം അറിയിക്കുകയായിരുന്നു. എന്തെന്നാൽ, അതായത് ആമ്രപാലി സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ നഗരവധുവായിരിക്കാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നു. സിംഹസ്വാമിയുടെ ആജ്ഞ ധിക്കരിക്കുവാൻ ആർക്കുണ്ട് ധൈര്യം? വൈശാലിയുടെ രാജ്യസഭ വിജയിക്കട്ടെ. മറ്റൊന്നും പ്രശ്നമല്ല. അവൾ ഗണികയാകാൻ തീരുമാനിച്ചുവെന്നതാണ് ഏറ്റവും സന്തോഷപ്രദമായ കാര്യം. പക്ഷേ അവൾ ചില ഉപാധികൾ കൂടി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തേത്, അവളോടൊപ്പം ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ മറ്റൊരാൾക്കും അവിടെ പ്രവേശനമുണ്ടായിരിക്കുന്നതല്ല. ഓഹോ. രണ്ടാമത്തേത്, ആരെങ്കിലും അവളുടെ കൂടെ കഴിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 500 കാർഷപ്പണം കാഴ്ചവെക്കണം. മൂന്നാമത്തെ ഉപാധി, ആ വ്യക്തി എത്ര ധനവാനായാലും പ്രമുഖനായാലും കൂടിയാൽ 7 നാൾ മാത്രമേ അവളോടൊത്ത് കഴിയാൻ അനുമതി ലഭിക്കുകയുള്ളൂ. കഠിനമായ നിബന്ധനകളാണ്. എന്നാലും വേണ്ടില്ല, അവൾ തീരുമാനിച്ചു. ഇതിലേതെങ്കിലും ഒന്നിന്റെയോ അല്ലെങ്കിൽ എല്ലാ ഉപാധികളുടെയോ ഉല്ലംഘനം നടക്കുന്നുവെങ്കിൽ അതും പറയാം. എങ്കിൽ രാജ്യസഭയുടെ നിയമങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ ആ വ്യക്തി മരണശിക്ഷയ്ക്ക് അർഹനായിരിക്കും. സമ്മതമാണ്. ആമ്രപാലിയെ പോലൊരു മധുരക്കരിക്ക് വേണ്ടി ജീവരക്തമൊഴുക്കാൻ പോലും ഇവിടുത്തെ യുവാക്കൾ തയ്യാറാകുമ്പോൾ അവളുടെ ഈ ഉപാധികളെല്ലാം അംഗീകരിക്കപ്പെടേണ്ടതാണ്. എനിക്കും സമ്മതം. എന്നാൽ ഈ പുതിയ ഗണികയുടെ വാർത്ത നഗരവാസികളെ മുഴുവൻ ചെണ്ട കൊട്ടി അറിയിക്കൂ. ആമ്രപാലി, നിന്നെ കാണാനായി മഗധയിൽ നിന്ന് ആവേശത്തോടെ ഓടിയെത്തുന്ന വ്യാപാരികളുടെയും സഞ്ചാരികളുടെയും എണ്ണം കൂടി വരികയാണല്ലോ. ആ, ഒരു പുതിയ വാർത്ത കേട്ടോ നീ? എന്ത് വാർത്ത? വൈശാലിയിൽ ശാലാവതി എന്നു പേരുള്ള ഒരു ഗണികയുണ്ടത്രേ. അവളുടെ പടിവാതിക്കൽ വലിയ ആൾക്കൂട്ടമാണത്രേ. ജനങ്ങൾ പറയുന്നത് അതിസുന്ദരിയാണെന്നാണ്. 400 കാർഷപ്പണമാണത്രേ അവൾ ഒരു ദിവസത്തേക്ക് വസൂലാക്കുന്നത്. ആഹാ, എത്ര നല്ല വാർത്ത. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? 500 നാണയം തന്ന് എന്നെ ഒരു നാളത്തേക്ക് സ്വന്തമാക്കുന്നവരിൽ ഒരുത്തൻ പോലും എന്റെ മനസ്സിൽ കയറിപ്പറ്റാൻ അർഹനല്ല. എല്ലാവരും കാമാന്ധത ബാധിച്ചവർ, സ്ത്രീലമ്പടന്മാർ. അത്തരക്കാർക്ക് സൗന്ദര്യം ആരാധിക്കുന്നത് പോയിട്ട് സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവ് പോലുമില്ല. വിശേഷ ബുദ്ധിയില്ലാത്ത അവരുടെ കണ്ണുകളിൽ സ്ത്രീത്വത്തിന് സ്ഥാനമില്ല. വൈശാലിയിലെ കഴുത്തറപ്പൻ നിയമത്തിന് പരിരക്ഷ നൽകാനാണ് ഞാൻ ഗണികയാവാൻ തയ്യാറായത്. അതും എന്റെ അച്ഛനോടുള്ള സ്നേഹം കാരണം മാത്രം. തരളയ്ക്കറിയാമല്ലോ, ഞാൻ ദരിദ്രയൊന്നുമല്ല. അച്ഛൻ തന്ന സ്വത്ത് തന്നെ ധാരാളമുണ്ട് എന്റെ കയ്യിൽ. ഈ സ്വത്തെല്ലാം ഞാൻ എന്തു ചെയ്യാനാണ്? ഈ യൗവനം, ഈ ബാഹ്യ സൗന്ദര്യം, ഇതൊക്കെ എത്ര നാളത്തേക്കുണ്ട്? എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ ഉള്ളിലെ വികാരങ്ങളൊക്കെ നശിച്ചോ? നിന്റെ ഹൃദയം ഇനി ആർക്കു വേണ്ടി തുറക്കില്ലേ? ആ, അങ്ങനെ ആരെങ്കിലും വരട്ടെ, ആർക്കറിയാം. പക്ഷേ ഒന്നുണ്ട്,
അങ്ങനെ എന്റെ മനസ്സിനെ കീഴടക്കുന്നവന് മാത്രമേ എന്റെ ശരീരത്തെ സ്പർശിക്കാനും സാധിക്കൂ. ദേവി, ആ പറയൂ ശ്യാമളി. മഗധയിലെ ഏറ്റവും പ്രശസ്തനായ ചിത്രകാരൻ വന്നിട്ടുണ്ട്. പേര് ബാദരി. ദേവിയെ കാണാൻ ആഗ്രഹിക്കുന്നു. കളരിയിൽ കാത്തിരിക്കുന്നുണ്ട്. മഗധയിലെ ഏറ്റവും പ്രശസ്തനായ ചിത്രകാരനോ? ആ തരള, ഈ വീട്ടിൽ ഇതിനകം എന്നെ കാണാനെത്തിയ എത്ര പുരുഷന്മാരുടെ ചിത്രങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്? അറിയില്ല മകളെ, ചുരുങ്ങിയത് ഒരു 100 കാണും. ആമ്രപാലി, എത്ര കാലം ഇങ്ങനെ യുവാക്കളുടെ ചിത്രവും വരച്ചുകൊണ്ടിരിക്കും? ഇവരിൽ ഒരാളെയെങ്കിലും സ്വീകരിച്ചുകൂടെ? ഈ ചിത്രങ്ങളിൽ നിന്നോ? ആ വ്യക്തി ഗുണവാനുമായിരിക്കണ്ടേ? മനസ്സു നിറയെ ക്രൂരതയും അഹങ്കാരവും മാത്രമുള്ളവർ, കുമിഞ്ഞുകൂടിയ സ്വത്തിന്റെ ഭാരം കൊണ്ട് നടു തളർന്നവർ. ഇവരിലൊന്നും അത്തരം ഗുണങ്ങളില്ല തരള. എന്റെ മനസ്സ് തുറക്കുന്നവൻ അവൻ ധീരനായിരിക്കണം, നല്ല കലാകാരനായിരിക്കണം. ഈ ചിത്രങ്ങളിൽ കാണുന്ന ആരും അത്തരം ഗുണങ്ങളുള്ളവരല്ല. ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ എന്തിനാ ഇവരുടെയൊക്കെ ചിത്രം വരപ്പിച്ച് സമയം കളയുന്നതെന്ന്. ആ ചിത്രകാരൻ കാത്തിരിക്കുന്നു. അതെ അതെ, വരൂ പോയി നോക്കാം. ഭവതിയിൽ ഞാനൊരു മഹാറാണിയെ കാണുന്നു. അതിനുള്ള എല്ലാ യോഗ്യതകളുമുണ്ട്. ഭവതിയെക്കുറിച്ച് കേട്ട മാത്രയിൽ തന്നെ ഞാൻ... അങ്ങ് 4 ദിവസം ഇവിടെ എന്റെ അതിഥിയായി താമസിച്ച് എന്റെ ആതിഥ്യ മര്യാദകൾ സ്വീകരിക്കണം. ബാദരി, അങ്ങേക്ക് എപ്പോഴെങ്കിലും മഹാരാജ ബിംബിസാരനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, എങ്കിൽ പറയൂ, എങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം? മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി എന്താണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം? അദ്ദേഹം ഒരു മഹാനാണ്. ധീരൻ, സുമുഖൻ, നല്ല പെരുമാറ്റം, കലാസ്നേഹി, അനേകം ഉത്തമ ഗുണങ്ങൾ. ചുരുക്കി പറഞ്ഞ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു ഉത്തമ വ്യക്തി. ശരി, എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു ചിത്രമെങ്കിലും കാണണമെന്നുണ്ട്. വെറുമൊരു രേഖാചിത്രമല്ല, രൂപം, ഭാവം, വർണ്ണം എല്ലാം ഒത്തിണങ്ങിയ ഒരു ചിത്രം. കണ്ണുകളിൽ നോക്കിയാൽ ഹൃദയത്തിലെ ഗൂഢമായ ചിന്തകൾ വരെ അറിയാനാകണം. വേഷഭൂഷാദികളിൽ നിന്ന് അദ്ദേഹത്തിന്റെ കുലീനതയുടെയും സ്വഭാവ ഗുണത്തിന്റെയും ചിത്രം കിട്ടണം. മനസ്സിലായല്ലോ? അങ്ങനെയൊരു ചിത്രം. ഭവതിക്ക് വേണ്ടത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വ ഗുണങ്ങളെല്ലാം രേഖപ്പെടുത്തിയ ഒരു ചിത്രം. അങ്ങനെയൊരു ചിത്രം തന്നെ ഞാൻ വരയ്ക്കാം. അതിനുള്ള സാധന സാമഗ്രികളും ചായങ്ങളും... അതിനെക്കുറിച്ചൊന്നും വേവലാതിപ്പെടേണ്ട. ഭീമാ സ്വാമി, ഇതാ വരുന്നു. എന്താ ദേവി? ഭീമ, ഇത് ബാദരി, ചിത്രകാരൻ, നമ്മുടെ അതിഥി. ഇന്ന് തൊട്ട് നീ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകണം. ഇദ്ദേഹം എന്താവശ്യപ്പെട്ടാലും ഉടൻ എത്തിച്ചു കൊടുക്കണം. ആജ്ഞ പോലെ. ചിത്രം പൂർത്തിയാകുന്നത് വരെ ഞാൻ താങ്കളെ ബുദ്ധിമുട്ടിക്കില്ല. ചിത്രം പൂർത്തിയായാൽ ഉടൻ എന്നെ വിവരമറിയിക്കണം. തീർച്ചയായും. മഹാരാജാവ് വിജയിക്കട്ടെ. വരൂ വരൂ മന്ത്രി ഗോപന്ന. ക്ഷമിക്കണം, ഉടൻ വന്ന് അങ്ങയെ കാണണമെന്ന് സന്ദേശം കിട്ടി. അരുളി ചെയ്താലും എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ? അങ്ങ് ഇരിക്കൂ. രാജ്യകാര്യങ്ങൾക്ക് വേണ്ടിയല്ല, യാചിക്കാനായിട്ടാണ് ഞാൻ അങ്ങയെ വിളിപ്പിച്ചത്. അയ്യോ, അങ്ങനെ പരിഹസിക്കുന്നു. മഗധയിലെ ഏറ്റവും ശക്തിമാനായ മഹാരാജാവ് ബിംബിസാരൻ യാചിക്കുകയോ? അതും നിസ്സാരനായ എന്നോട്? അതെ മന്ത്രി, യാചിക്കുകയാണ് ഞാൻ. യാചന വളരെ അടുത്തുള്ളവരോട് മാത്രമല്ലേ ചെയ്യാനാകൂ? അങ്ങ് പറയുന്നതെല്ലാം വളരെ വിചിത്രമായി തോന്നുന്നു. വിസ്തരിച്ചു പറഞ്ഞാലും മഹാരാജൻ. അങ്ങ് എന്റെ മന്ത്രി എന്നതിനൊപ്പം എന്റെ സുഹൃത്തു കൂടിയാണ്, മറന്നിട്ടില്ല. ഏതാനും വർഷങ്ങൾക്കു മുമ്പ് മഹാറാണിയുടെ മരണശേഷം ഞാൻ വിരഹവേദന അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ താങ്കൾ സ്വന്തം സഹോദരന്റെ പുത്രിയായ ചേലാദേവിയെ എനിക്ക് വിവാഹം ചെയ്തു തന്ന് എന്നെ ഏകാന്ത ദുഃഖത്തിൽ നിന്ന് രക്ഷിച്ചു. കഴിഞ്ഞുപോയതിനെക്കുറിച്ചെല്ലാം ഇപ്പോഴെന്തിനു പറയുന്നു? അങ്ങ് ഇതും ഓർക്കുന്നുണ്ടാവുമല്ലോ. ആ വിവാഹത്തിന് ഞാൻ എതിരായിരുന്നു. കാരണം ജ്യോതിഷികൾ അന്ന് പ്രവചിച്ചിരുന്നു, ചേലാദേവിയിൽ അങ്ങയ്ക്ക് പിറക്കുന്ന മകൻ പിതൃഘാതകനായി തീരുമെന്നു. പക്ഷേ ജ്യോതിഷികളുടെ പ്രവചനങ്ങളൊന്നും അങ്ങ് വിശ്വാസത്തിലെടുത്തില്ല. എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അന്ന് ഇതും പറഞ്ഞിരുന്നു, ഞാൻ എന്റെ മകനെ
മഗധയിലെ രാജാവായി വാഴിക്കുമെന്ന്. പിന്നെ എങ്ങനെ അവൻ പിതൃഘാതനാവും? രാജകുമാരനായ അജാതശത്രു ഇപ്പോൾ ചെറിയ കുട്ടിയല്ലേ? മഗധ, അജാതശത്രു രാജകുമാരൻ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് മഹാരാജൻ നടക്കാൻ പാടില്ലാത്തത് വല്ലതും? എന്താണ് പ്രശ്നം മഹാരാജ്? പ്രശ്നം ചേലാദേവിയെ സംബന്ധിച്ചുള്ളതോ രാജകുമാരനായ അജാതശത്രുവിനെ കുറിച്ചുള്ളതോ അല്ല. പ്രശ്നം വൈശാലിയാണ്. വൈശാലി? അതെ, എന്റെ പ്രശ്നം ഇപ്പോൾ ആമ്രപാലിയാണ്. ആ ഗണിക? അതെ, വൈശാലിയിലെ ആ ഗണിക തന്നെ. അതീവ സുന്ദരിയായ ഗണിക ആമ്രപാലി. മഹാരാജാവേ, അങ്ങ്? അവളെ കാണാൻ മനസ്സ് വെമ്പുന്നു, ഹൃദയം തുടിക്കുന്നു. കേട്ടിട്ടുണ്ട്, നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് അവളെന്ന്. വലിയ വലിയ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും അവളെ ഒന്ന് സ്പർശിക്കാൻ പോലും സാധ്യമായിട്ടില്ലെന്ന്. അമൂല്യങ്ങളായ നിരവധി സമ്മാനങ്ങളുമായി അവളുടെ പടിവാതിൽക്കലെത്തിയ പലർക്കും അവളെ ഒരു നോക്ക് കണ്ട് തൃപ്തിയടയാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂവെന്ന്. കേവലം ഒരു ഗണികയ്ക്ക് ഇത്രയും ബഹുമാനമോ അംഗീകാരമോ ഇത്രയും പ്രശസ്തിയോ? വൈശാലി താങ്കളുടെ നഗരമാണ്. അവിടുത്തെ നീതിന്യായ വ്യവസ്ഥകളെല്ലാം താങ്കൾക്ക് അറിവുള്ളതാണ്. ഞാൻ അങ്ങയോട് ഒരു ഭിക്ഷ യാചിക്കുകയാണ്, ആമ്രപാലി എന്ന ഭിക്ഷ. താങ്കളുടെ അതീവ രഹസ്യമായ ഈ ആഗ്രഹം എന്നെ അറിയിച്ചതിന് നന്ദി. ദയവ് ചെയ്ത് എന്നോട് യാചിക്കുന്നു എന്ന പദം ഉപയോഗിക്കരുതേ. പക്ഷേ ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ, ആമ്രപാലിയുടെ സാമീപ്യം അങ്ങയ്ക്ക് ചേർന്നതല്ല. അങ്ങയ്ക്കത് ഗുണകരമാവില്ല. കാരണം അവൾ ഒരു ഗണികയാണെന്നത് തന്നെ. അങ്ങോ ഒരു ചക്രവർത്തി. മഗധയിലെ രാജാവ് ഗണികയായി തീരണമെന്നത് അവൾക്ക് വിധിക്കപ്പെട്ടതാണ്. താങ്കൾ രാജാവാകണമെന്നത് നിയോഗമാണ്, ദൈവകൽപിതം. പ്രണയത്തിന്റെ ഭൂമികയിൽ രണ്ടുപേർക്കും പ്രവേശനം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അവൾ ഒരു ജനസമൂഹത്തിന്റെ ഉല്ലാസവും സുഖഭോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താങ്കളോ സമൂഹത്തോടുള്ള കർത്തവ്യം, ചുമതല എന്നിവയുമായി ബന്ധപ്പെട്ടും. ഓ മന്ത്രി, ഇപ്പോൾ ഞാനൊരു പ്രണയ യാചകനാണ്. ഞാൻ എന്റെ സ്നേഹിതനോട് സഹായത്തിനായി യാചിക്കുകയാണ്. മഹാരാജൻ, ഒന്നാമത്തെ കാര്യം, താങ്കൾ വൈശാലി നഗരത്തിൽ പ്രവേശിക്കുക എന്നത് അപകടം ക്ഷണിച്ചു വരുത്തലാണ്. സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തത്. അവളെ ഇങ്ങോട്ട് കൊണ്ടുവരികയെന്നതോ അതിലേറെ പ്രയാസപ്പെട്ട കാര്യം. ഒന്നാമത്തെ തടസ്സം പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ? ആമ്രപാലി ചന്ദനമരത്തിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന സർപ്പമാണ്. അവളുടെ തീക്ഷ്ണ സൗന്ദര്യമെന്നത് സർപ്പസൗന്ദര്യമാണ്. അവളുടെ കലാവിരുത് വെറും ഇന്ദ്രജാലം മാത്രം. ഇന്നേ വരെ ഒരു പുരുഷനും ആമ്രപാലിയുടെ സൗന്ദര്യം നുകർന്നിട്ടില്ല. അവളുടെ ആ സൗന്ദര്യമെന്നത് അപ്രാപ്യമാണ് ആർക്കും. അതുകൊണ്ട് തന്നെയാണ് അവളെക്കുറിച്ച് കേട്ടതു മുതൽ ഞാൻ അവളുടെ ആകർഷണ വലയത്തിൽ പെട്ടുപോയത്. അവളെ ഒന്ന് കാണാൻ ഞാൻ തിടുക്കപ്പെടുന്നത്. പക്ഷെ മഹാരാജൻ, ഒന്നും പറയണ്ട. നമ്മൾ വൈശാലിയിലേക്ക് പുറപ്പെടുകയാണ്. താങ്കൾ രഹസ്യ വഴികൾ ചിന്തിക്കൂ, വേണ്ട ഏർപ്പാടുകൾ ചെയ്യൂ. രാജൻ, ആമ്രപാലിയെ സ്വായത്തമാക്കുക എന്നത് അത്ര മഹാകാര്യമൊന്നുമല്ല. എന്റെ മനസ്സ് പറയുന്നു, അവളുടെ സാമീപ്യം അങ്ങയ്ക്കൊരിക്കലും ഗുണകരമാവില്ലെന്നോ. ഗോപമന്ത്രി, എന്റെ മനസ്സ് ശുദ്ധമാണ്. കൂടാതെ ബുദ്ധഭഗവാന്റെ അനുഗ്രഹവും എനിക്കുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, ആമ്രപാലിയെ കാണാൻ മനസ്സിങ്ങനെ തത്രപ്പെടുന്നത് ദൈവനിശ്ചയമായിരിക്കും. മഹാരാജാവായ അങ്ങിപ്പോ കേവലം ഒരു ഗണികയെ കാണാൻ വെമ്പൽ കൊള്ളുന്നു. അത് ശരിയായ കാര്യമല്ല. ശരിയായ കാര്യം, ഗണികയായ ആമ്രപാലി മഹാരാജാവായ അങ്ങയെ കാണാൻ അനുമതിക്കായി കേണപേക്ഷിക്കുക എന്നതാണ്. എന്നിട്ട് അങ്ങ് അവളുടെ അപേക്ഷ സ്വീകരിച്ച് അവൾക്ക് ദർശനം നൽകുക എന്നതാണ്. മന്ത്രി, ഈ ചട്ടങ്ങളും ആചാരങ്ങളും രീതികളും പാരമ്പര്യവുമെല്ലാം മനുഷ്യരുടെ വ്യവഹാരങ്ങളുടെ സൗകര്യത്തിനായി നിർമ്മിക്കപ്പെട്ടതാണ്. കലകളും സൗന്ദര്യവും പ്രണയവും എല്ലാമുള്ള ലോകം മറ്റൊരു ലോകമാണ്. താങ്കൾ ഇനി എന്നെ ഇക്കാര്യത്തിൽ ഉപദേശിക്കാനും നിഷേധങ്ങൾ നിരത്താനും മെനക്കെടണമെന്നില്ല. അതായത് അങ്ങ് പറയുന്നതിനോടെല്ലാം യോജിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും എന്റെ മുമ്പിലില്ലെന്നോ? മന്ത്രി, പേടിക്കേണ്ട. നമ്മൾ വേഷം മാറി രഹസ്യമായി വൈശാലി നഗരത്തിൽ പ്രവേശിക്കും. താങ്കൾ യോജിച്ച സമയവും സാഹചര്യവും കണ്ടുപിടിച്ച് വേണ്ട ഏർപ്പാടുകൾ ചെയ്യൂ. ശരി മഹാരാജൻ. തരള, വാതിലടച്ച് ഒന്നിങ്ങോട്ട് വാ. നോക്ക്, ഈ ചിത്രം കണ്ടോ? മഗധയിലെ ചിത്രകാരൻ ബാദരി കഴിവുറ്റ ഒരു ചിത്രകാരൻ തന്നെ. മഹാരാജ ബിംബിസാറിന്റെ ചിത്രം എത്ര മനോഹരമായിട്ടാണ് രചിച്ചിരിക്കുന്നത്. ആണോ? ആ കണ്ണുകളിലെ
പ്രകാശം കണ്ടോ? ആ മുഖത്തെ തേജസ് കണ്ടോ? ഈ ചിത്രകാരൻ ബാദരി ഉണ്ടല്ലോ, ഏതെങ്കിലും സ്ത്രീ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടാകും ഈ ചിത്രനിർമ്മിതിക്ക്. പ്രേമപരവശയായ ഒരു സ്ത്രീയുടെ ആന്തരിക മനസ്സിൽ ഉയരുന്ന ഭാവനയിൽ നിന്ന് മാത്രമേ ഇത്തരമൊരു സൃഷ്ടി പിറവിയെടുക്കൂ. ഈ ചിത്രത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മഹാരാജ ബിംബിസാരൻ ഈ ചിത്രത്തിൽ നിന്ന് ജീവനോടെ ഇറങ്ങി വരുമെന്ന്. എന്നിട്ട് എന്നെ ഇങ്ങനെ മുറുകെ ആലിംഗനം ചെയ്ത് എന്നെ എനിക്ക് എന്താണ് സംഭവിക്കുന്നത്? ഒരു ചിത്രം കണ്ട് ഇങ്ങനെയൊക്കെ തോന്നാൻ. ആമ്രപാലി, കുറെ വർഷങ്ങളായി ഞാൻ നിന്റെ സന്തത സഹചാരിയാണ്. ഒരു പുരുഷനെ ഓർത്ത് ഇത്രയും ആവേശം, ഇത്രയും വേവലാതി ഇതാദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. മനോവികാരങ്ങളെയെല്ലാം അതിസമർത്ഥമായി ഒളിപ്പിച്ചു വെക്കാൻ കഴിവുള്ള ആമ്രപാലിയുടെ മനസ്സ് ഇന്ന് ഒഴുക്കുള്ള നദി പോലെ തടസ്സങ്ങളും കെട്ടുപാടുകളും പൊട്ടിച്ച് ശക്തമായി ഒഴുകുന്ന കാഴ്ച. ചിത്രം തന്നെ ഇത്ര മനോഹരമാണെങ്കിൽ ബിംബിസാരന്റെ രൂപം എത്ര സുന്ദരമായിരിക്കും, ആകർഷകമായിരിക്കും. ആകാശത്ത് വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പിടിച്ച് കിടപ്പുമുറിയുടെ ചുമരിൽ കെട്ടിത്തൂക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്ത് കാര്യം? എത്ര ശ്രമിച്ചാലും സാധിക്കാത്ത ഒരു കാര്യത്തിനു വേണ്ടി എന്തിനിങ്ങനെ വെറുതെ ചിന്തിച്ച് സങ്കടപ്പെടുന്നു? ഇത് ശരിയല്ല ആമ്രപാലി. അപ്രാപ്യമെന്ന് കരുതുന്നത് പ്രാപ്യമാക്കുകയാണ് പരിശ്രമം കൊണ്ട് സാധിക്കുന്നത്. അതാണ് പ്രത്യാശയെന്ന് പറയുന്നത്. മറവിയും ഒരനുഗ്രഹമാണ്. ഇപ്പോഴെന്റെ മനസ്സിൽ മറ്റൊന്നുമില്ല. വൈശാലിയിലെ ജനങ്ങൾ, മഹാരാജാവ്, രാജകൊട്ടാരം, ഇവിടുത്തെ നിയമങ്ങൾ ഒന്നും ഓർമ്മയിലില്ല. എവിടത്തെ രാജാവ്, ആരുടെ കൊട്ടാരം, ഏത് രാജ്യസഭ? എന്റെ മുഖത്ത് നോക്കിയാൽ എന്റെ ഹൃദയഭാഷ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? എന്തെങ്കിലും പറയൂ തരളാ. ഓർമ്മയില്ലേ അന്നൊരിക്കൽ അച്ഛൻ ഗോപമന്ത്രിയെ കണ്ട് എന്റെ വിവാഹകാര്യം ചർച്ച ചെയ്യാൻ പോയത്? എന്നാൽ ഇന്നിപ്പോ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനെ അയക്കാമായിരുന്നു ഗോപമന്ത്രിയുമായി സംസാരിച്ച് വേണ്ടത് ചെയ്യാൻ. മഹാരാജ ബിംബിസാരനെ ഒന്ന് നേരിൽ കാണാൻ, കണ്ട് സംതൃപ്തി അടയാൻ. അതിനി ഒരിക്കലും നടക്കില്ല ആമ്രപാലി. സ്വാമി ഇനി തിരിച്ചു വരില്ല. നടന്ന സംഭവങ്ങളിൽ ഹൃദയം തകർന്ന് നിന്റെ സങ്കടകരമായ അവസ്ഥ കണ്ടു നിൽക്കാനാകാതെയാണ് അദ്ദേഹം തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടത്. ഇനിയിപ്പോ എന്തു ചെയ്യും? ചില സാധ്യതകളുണ്ട്. നിന്റെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇവിടം സന്ദർശിച്ച ഏതെങ്കിലും വ്യാപാരികൾ അത് മഹാരാജാവിന്റെ ചെവിയിലെത്തിച്ചിരിക്കാം. അല്ലെങ്കിൽ ചിത്രകാരനായ ബാദരി രാജാവിനെ കണ്ട് നിന്നെ പ്രകീർത്തിച്ച് സംസാരിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിലും ഇത്തരം വാർത്തകൾ പട്ടം പോലെയാണ്. അത് പൊങ്ങി പറന്ന് ദൂരസ്ഥലങ്ങളിൽ എത്താതിരിക്കില്ല. ഇത്രയും കാലം നിന്റെ മനസ്സിനെ ഒരു മോഹവും ബന്ധിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ആദ്യമായി അത് സംഭവിച്ചിരിക്കുന്നു. എന്റെ സംശയം ഇതാണ്, എത്ര നാൾ പ്രതീക്ഷയോടെ കാത്തിരിക്കാനാണ് നിന്റെ തീരുമാനം? എന്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന രൂപം എന്റെ കണ്ണുകളിൽ നേരിട്ട് നിറയുന്നതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. സ്വപ്നകാമുകാ എന്റെ മാനസം കാവർന്ന ചോരാ എന്നുവരും നീ എന്നരികെ കാത്തിരിക്കുന്നൊരു മീര ഞാൻ. കൈകൾ കോർക്കുവതിന്ന് അധരമുദ്ര ചാർത്തുവതിന്ന് ഓടക്കുഴലും മണിവീണയും മീട്ടുവതിന്തിന്
സ്വരത്തിൽ സ്വപ്നകാമുക സുഗന്ധം നിറഞ്ഞൊരേ ഉപവനത്തിൽ നിലാവു പെയ്യുന്നൊരേ സന്ധ്യയിൽ വരുമോ നീ എന്നരികിൽ കാത്തിരിക്കുന്നൊരു മീര ഞാൻ. ഉറങ്ങരുത്, കൺപോളുകൾ തുറന്നു തന്നെ ഇരിക്കണം. അർദ്ധരാത്രിയായി, കൂരാ കൂരിരുട്ട്, വഴിവിളക്കുകളൊക്കെ ക്ഷീണിച്ച് കഞ്ചിമാൻ തുടങ്ങി. ഇനി ഒരു കള്ളനും വരുമെന്ന് തോന്നുന്നില്ല. ഞാൻ കാവലുള്ളപ്പോൾ ആമ്രപാലിയുടെ വീട്ടിൽ കള്ളൻ കയറാനോ? അതൊരിക്കലുമില്ല. കള്ളൻ കയറിയില്ലെന്ന് വരാം, പക്ഷെ കയറുന്നതൊരു മാനിനാണെങ്കിലോ? ഇത്രയും കാലത്തിനിടയ്ക്ക് ആർക്കെങ്കിലും ധൈര്യം വന്നിട്ടുണ്ടോ ഈ വീട്ടുമുറ്റത്ത് അന്യായമായി കടന്നു വരാൻ? എല്ലാവർക്കും എത്തിപ്പിടിക്കാവുന്ന കലത്തിലല്ല നമ്മുടെ യജമാനത്തി. ശരി ശരി, ഉറങ്ങാതെ നോക്കിയിരിക്കെ. മറ്റുള്ളവർ ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കണം. ഞാനേ വീട്ടിൽ പോയി ഒന്ന് കണ്ണടയ്ക്കട്ടെ. ഓ ആയിക്കോട്ടെ. മഹാനാമൻ സ്വാമിക്ക് ഞാൻ വാക്ക് കൊടുത്തതാ, ആമ്രപാലിയുടെ രക്ഷയ്ക്കായി കാവൽ നിൽക്കാമെന്ന്. ആരാത്? ഒരൊറ്റ ശബ്ദം വായിൽ നിന്ന് പുറപ്പെട്ട ഭക്ഷണം നിന്റെ തല താഴെ കിടക്കും. നടക്കുമുണ്ടാവേ, ഉച്ചയുണ്ടാക്കാവേ. വിളിക്ക്. എന്താ എന്താ ഭീമസ്വാമി? നിങ്ങൾ ആരാ? ചവക്കരുതോ, നടക്കൂ, അകത്തേക്ക് നടക്കൂ. വിളിക്ക് യജമാനത്തിയെ. ഇത് ഗോപമന്ത്രി. അയ്യോ, മഹാരാജ ബിംബിസാരൻ പ്രച്ഛന്ന വേഷത്തിൽ. ഞാൻ എങ്ങനെ തിരിച്ചറിയാനാണ്? അത്ഭുതം, അത്യത്ഭുതം. ആമ്രപാലി, ഞാനീ കാണുന്നത് സത്യമോ മിഥ്യയോ? ഇത്രയും സൗന്ദര്യം ഒരു മനുഷ്യ സ്ത്രീക്കോ? സാധ്യമല്ല. നീ ഏതോ അപ്സര കന്യകയാണ്. ക്ഷമിക്കണം, മഹാരാജാവിന്റെ കൽപ്പനയായിരുന്നു ഇങ്ങനെ ഒരു സാഹസത്തിന് കാരണം. വൈശാലിയിലെ ചുമരുകൾക്ക് പോലും ചെവികളുണ്ടെന്നറിയാം. അതാണ് രഹസ്യമായി വേഷം മാറിയെത്തിയത്. കൂടുതൽ സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. ആമ്രപാലി, ഇനി വരുന്ന 7 നാൾ മഹാരാജാവ് നിന്റെ അതിഥിയായി ഇവിടെ താമസിക്കും. ഇദ്ദേഹത്തെ വൈശാലിയിലെ ചാരക്കണ്ണുകളിൽ നിന്ന് രക്ഷിച്ചു നിർത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. തീർച്ചയായും. അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട. ഒരു കോട്ടയേക്കാൾ സുരക്ഷിതമാണ് ഈ ഭവനം. മഹാരാജാവിന്റെ സുരക്ഷിതത്വം ഞങ്ങളുടെ ചുമതലയാണ്. ഭീമ, ശ്യാമളി, ഗോവിന്ദ് തുടങ്ങി എന്തിനും പോന്ന സേവകരുള്ളപ്പോൾ ഒരു കൊച്ചു പക്ഷിക്ക് പോലും ഇവിടെ കടന്നു കയറാനാവില്ല. ഓഹോ, മന്ത്രിജി, അങ്ങ് ചിരിച്ചതിന്റെ അർത്ഥം മനസ്സിലായി. പക്ഷേ ഇന്നത്തെ പോലെ ആവില്ല നാളെ, അത് ഞാൻ ഉറപ്പു തരുന്നു. മഹാരാജ്, അങ്ങയുടെ ദർശനമാത്രയിൽ തന്നെ തിളച്ചു മറിഞ്ഞിരുന്ന എന്റെ ഹൃദയം ശാന്തമായിരിക്കുന്നു. ഈശ്വരൻ തന്ന വരദാനമാണ് എനിക്ക് ഈ നിമിഷം. അങ്ങ് വിശ്രമിക്കൂ. ഭീമ. ഓ, ഞാനിവിടെ തന്നെയുണ്ട്. കൽപ്പിച്ചാലും. മഹാരാജ ബിംബിസാരൻ നമുക്ക് വളരെ വിശേഷപ്പെട്ട സ്വകാര്യ അതിഥിയാണ്. അദ്ദേഹത്തിന്റെ പരിചരണത്തിൽ യാതൊരു വീഴ്ചയും സംഭവിക്കാൻ പാടില്ല. കൽപ്പന പോലെ ജീവൻ കൊടുക്കാനും ഭീമ തയ്യാർ. ആമ്രപാലി, വളരെ സൂക്ഷ്മതയും ശ്രദ്ധയും വേണം. ഭ്രാന്തമായ പ്രേമാവേശം മറവിയിലേക്കും മറവി സങ്കടങ്ങളിലേക്കും നയിച്ചെന്നിരിക്കും. നിന്റെ അതിഥി മഗധയിലെ മഹാരാജാവാണെന്ന കാര്യം മറന്നുപോകരുത്. മഹാരാജൻ മന്ത്രി എന്ന നിലയ്ക്കല്ല, ഒരു സുഹൃത്തിന്റെ അപേക്ഷയാണ്. എന്റെ മഹാരാജാവിനെ പ്രേമാതുരനായി കാണുന്നത് ഞാൻ സഹിക്കും. പക്ഷേ അതിന്റെ പേരിൽ തടവുകാരനാക്കപ്പെടുന്നതോ മരണത്തിന്റെ വായിൽ അകപ്പെടുന്നതോ കാണാൻ എനിക്കാവില്ല. അതോർമ്മ വേണം. ഇന്ന് സൂര്യാസ്തമയ ശേഷം ഞാൻ ഈ നഗരം വിട്ടുപോകും. ഒരു ദിവസം കൂടി വിശ്രമിച്ചിട്ട് പോയാൽ പോരെ മന്ത്രി? എപ്പോഴായാലും പോകണ്ടേ? അങ്ങയ്ക്ക് പ്രച്ഛന്ന വേഷത്തിൽ ഇവിടെ കഴിയാം. എനിക്കത് പറ്റില്ല. ഈ വൈശാലി എന്റെ ജന്മനാടാണ്. എന്നെ തിരിച്ചറിയാൻ ആർക്കും അധിക സമയമൊന്നും വേണ്ട. ഞാൻ എത്രയും പെട്ടെന്ന് പോകുന്നതാണ് അങ്ങയ്ക്കും നല്ലത്.
എങ്കിൽ വേഗം അങ്ങയുടെ ഭക്ഷണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. തരളാ, തരളാ, ഇതാ വരുന്നു മകളെ. മന്ത്രി, ഈ ഭവനത്തിൽ എന്തൊരു സ്വസ്ഥതയും സന്തോഷവുമാണ്. എന്തൊരു ശാന്തിയാണിവിടെ. നോക്കൂ, അപ്പുറത്ത് പാറാവുകാരെ പോലെ നിവർന്നു നിൽക്കുന്ന വൻമരങ്ങൾ. ദാ അവിടെ അപ്സരസുകളുടെ പ്രതിമകൾ, വിടർന്നു ചിരിക്കുന്ന പൂക്കൾ എങ്ങും. ആമ്രപാലിയുടെ മുഖകമലം പോലെ ധാരാളം ചിത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ച ചുമരുകൾ. എത്ര നല്ല കാഴ്ചകൾ! ഈ ചിത്രങ്ങളിലെല്ലാം ഉള്ളവർ ആരെല്ലാമാണ്? മഹാരാജൻ, ആമ്രപാലി ഒരു ഗണികയാണ്. ഈ പുരുഷന്മാരുടെയൊക്കെ ചിത്രങ്ങൾ സ്വരൂപിച്ചു വെക്കുന്നത് അവളുടെ ആചാരമായിരിക്കാം. ഇത് എന്റെ ചിത്രമാണല്ലോ. ഞാൻ അവളുടെ കണ്ണുകളിൽ കണ്ടത് ആത്മീയ ഭാവമാണ്. എങ്കിൽ ഇത് ഒരുപക്ഷെ അവളുടെ ഉപജീവന മാർഗമായിരിക്കാം. ആഹാ, മനോഹരമായിരിക്കുന്നു. എന്റെ ഈ ചിത്രം അവൾ ഏറ്റവും നല്ല സ്ഥാനത്ത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അങ്ങ് ഈ ചിത്രത്തിന്റെ അടുത്തു വന്നു നിന്ന് വീണ്ടും ഒന്ന് ശ്രദ്ധിക്കൂ. നോക്കൂ, ചിത്രമല്ല, കണ്ണാടിയിൽ അങ്ങയുടെ പ്രതിബിംബം കാണുന്നത് പോലെ തന്നെ തോന്നുന്നില്ല? അതെ അതെ, ഇതാണ് ചിത്രകാരന്റെ പ്രതിഭ. അങ്ങയെ നന്നായി അറിയാവുന്ന ആരോ ആയിരിക്കണം ആ ചിത്രകാരൻ. അങ്ങനെയാവാം. പക്ഷേ എനിക്ക് സന്തോഷം തരുന്ന കാര്യം ആമ്രപാലിയുടെ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനമുണ്ടെന്നതാണ്. സന്തോഷത്തോടൊപ്പം അത്ഭുതവും തോന്നും. മഹാരാജ്, പ്രണയരസത്തിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് അങ്ങിപ്പോ. അങ്ങയുടെ വികാര വിചാരങ്ങൾക്കുമേൽ മനസ്സിന് യാതൊരു നിയന്ത്രണവുമില്ല. പ്രേമിക്കുന്നതിനേക്കാൾ മഹത്തരമാണ് പ്രേമിക്കപ്പെടുകയെന്നത്. അങ്ങയുടെ കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അങ്ങയുടെ സ്ഥിതി ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു മന്ത്രി എന്ന നിലയിൽ എനിക്ക് ചില കടമകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റേണ്ടതുണ്ട്. അങ്ങ് വളരെ ജാഗ്രതയോടെ ഇരിക്കണം. എന്റെ ഒരു അപേക്ഷയാണ്. എല്ലായ്പ്പോഴും ഒരു കഠാരി കയ്യിൽ കരുതണം. ശത്രുരാജ്യത്താണ് അങ്ങിപ്പോ, അത് മറക്കരുത്. ആ ചിന്ത മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. വൈശാലിയിലെ സൈനികരും ചാരന്മാരും വളരെ സമർത്ഥരാണ്. ഞാൻ എന്റെ അനുഭവം വെച്ച് പറയുകയാണ്. ഈ വീടിന് പുറത്തേക്ക് കാലെടുത്ത് വെക്കരുത്. ഇവിടെ ഈ ഗണികയോടൊത്ത് 7 നാൾ മാത്രമേ കഴിയാൻ അനുവാദമുള്ളൂ. 7ാമത്തെ ദിവസം ഞാൻ എത്തും അങ്ങയെ തിരിച്ചു കൊണ്ടുപോകാൻ. അനുസരിക്കാമേ. തമാശയായി എടുക്കരുത്. വളരെ ജാഗ്രത വേണം. എന്താ, അങ്ങ് ആമ്രപാലിയെ അവിശ്വസിക്കുന്നുണ്ടോ? പ്രണയത്തിൽ മൂക്കുവരെ മുങ്ങിയ വ്യക്തിയും അന്ധനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല മഹാരാജൻ. അങ്ങ് ചിന്തിക്കേണ്ട വിഷയമാണിത്. ശരി, ഇനി എന്നെ പോകാൻ അനുവദിക്കണം. മഹാരാജ്, ഒരിക്കലും ഞാൻ കരുതിയതല്ല എന്റെ ആശകൾ ഇത്ര വേഗം പോവണിയുമെന്ന്. ദാഹം മാറ്റാൻ ഇത്തിരി വെള്ളം ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് വലിയൊരു കിണർ. ആമ്രപാലി, ഞാൻ നിന്റെ സൗന്ദര്യത്തെയും കലാപാഠവത്തെയും കുറിച്ച് മാത്രമേ മുമ്പ് കേട്ടിരുന്നുള്ളൂ. ഇപ്പോൾ നിന്റെ മനസ്സിനുള്ളിലെ ഗൂഢമായ കോമള വികാരങ്ങൾ അറിഞ്ഞു. സ്ത്രീകളുമായി എനിക്ക് മുമ്പും സമ്പർക്കമുണ്ടായിട്ടുണ്ട്. പക്ഷേ ദേഹ സൗന്ദര്യത്തെക്കാൾ ഹൃദയത്തിനകത്തുള്ള അനുരാഗമാണ് സുന്ദരം. നിന്റെ കണ്ണുകളിൽ ആ ഹൃദയം പ്രതിബിംബിക്കുന്നുണ്ട്. അനുരാഗം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകൾ. നിന്റെ വിരലുകളുടെ സ്പർശനത്തിൽ പ്രേമത്തിന്റെ സുഖശീതളിമയുണ്ട്. അത് മനസ്സിന് സാന്ത്വനമേകുന്നു, ആശ്വസിപ്പിക്കുന്നു. ഈ ഒരു അനുഭവം എനിക്കിന്നു വരെ ഉണ്ടായിട്ടില്ല. മഹാരാജ്, ഞാൻ കണ്ട എല്ലാ പുരുഷന്മാരും എന്നോട് പ്രേമാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. പ്രേമം കുത്തി നിറച്ച അവരുടെ കവിതകൾ ഞാൻ കേട്ടിട്ടുമുണ്ട്. പക്ഷേ അതെല്ലാം വെറും അക്ഷരങ്ങളും വാക്കുകളുമായിരുന്നു. അതിന് ജീവനില്ലായിരുന്നു. പ്രേമമെന്ന വികാരമില്ലായിരുന്നു. പ്രേമം അത് സ്വയം പൊട്ടിമുളയ്ക്കുന്നതാണ്, പാകി മുളപ്പിച്ചെടുക്കേണ്ടതല്ല. ഒരു ഗണികയുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ചിലരുടെ സ്വാർത്ഥത മൂലം ഇതെന്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു. എങ്കിലും മനസ്സിൽ എപ്പോഴും സമ്പൂർണനായ ഒരു സ്വപ്ന കാമുകനെ കുറിച്ചുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. ചിത്രകാരന്മാർ വരുന്നു, ചിത്രങ്ങൾ വരയ്ക്കുന്നു. പക്ഷേ എന്റെ പ്രതീക്ഷകൾ സഫലമായില്ല. എന്നാൽ അങ്ങയുടെ ചിത്രം തയ്യാറായി കഴിഞ്ഞപ്പോൾ എനിക്കുറപ്പായി ഞാൻ ലക്ഷ്യസ്ഥാനത്തെത്തിയെന്ന്. ആമ്രപാലി, നിന്റെ ഒരു നോട്ടം, ഒരു സ്പർശം, നിന്റെ പ്രേമത്തിന്റെ സുഗന്ധം, എല്ലാം എന്റെ മനസ്സിൽ തിരയിളക്കമുണ്ടാക്കുന്നു.
പറയൂ, ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഞാൻ ധന്യയായി പ്രഭു. സാധാരണയായി പുരുഷന്മാർ കരുതുന്നത് സ്ത്രീകളെല്ലാം വഞ്ചകകളാണെന്നാണ്. അവരുടെ ശരീരം ഒരാളിന്റെ ഒപ്പമാണെങ്കിൽ മനസ്സ് മറ്റൊരാളിനൊപ്പം. ആർക്കും അവൾ പൂർണ്ണമായും സമർപ്പിക്കുന്നേയില്ല. എന്നെക്കുറിച്ചും അത് തന്നെയാവും ധാരണ. ശരിയാണ്, ഞാനൊരു ഗണികയാണ്. പ്രശസ്തയാണെങ്കിലും അപശകുനം, ദുർവൃത്തം. എന്നെ സമീപിക്കുന്നവർക്ക്, എന്നോട് ആവേശം കാണിക്കുന്നവർക്ക് അവർക്കെല്ലാം വേണ്ടത് എന്റെ ശരീരം മാത്രമാണ്. പക്ഷേ അങ്ങ് എന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിലെ ഭാവങ്ങളെയും സ്വപ്നങ്ങളെയുമാണ് സ്പർശിച്ചത്. ഇതിനപ്പുറം എനിക്ക് മറ്റെന്താണ് വേണ്ടത് മഹാരാജൻ? ഇന്ന് പൂർണിമയല്ലേ, നിലാവുള്ള രാത്രി, ഇളങ്കാറ്റടിക്കുന്നുണ്ട്. അനന്തവിഹായസിൽ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രഗണങ്ങളെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഇന്നേ വരെ ഒരു സ്ത്രീയുടെ സാമീപ്യത്തിലും എനിക്ക് ഇത്രയും സുഖാനുഭൂതി ഉണ്ടായിട്ടില്ല. എങ്ങനെ അതിനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല. പ്രഭു, കാമം, മോഹം, ഇവയെല്ലാം ഭൗതികമായ സുഖങ്ങൾ മാത്രം. അതിനെല്ലാം അപ്പുറം ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രത്യേക വികാരം രൂപം കൊള്ളുന്നു. അതിന് ഈ പാൽനിലാവിന്റെ ശാന്തിയും കുളിർമയുമുണ്ട്. എന്റെ മനസ്സിന്റെ വികാരങ്ങളെ, കാമനകളെ ശാന്തമാക്കുന്ന നറുനിലാവാണ് നീ. ഈ വികാരത്തെയാണ് പ്രേമമെന്ന് വിളിക്കുന്നത്. ഞാൻ എന്തൊക്കെയോ പുലമ്പുന്നു അല്ലേ? നാളെ 7 ദിവസം എന്ന കാലാവധി അവസാനിക്കുകയാണ്. നീ തയ്യാറാക്കിയ നിയമപ്രകാരം നിന്നോടൊത്ത് കഴിയാനുള്ള അവസാന ദിവസം. ആ നിയമം അത് എന്റെ ശരീരം വാങ്ങാൻ എത്തുന്നവർക്ക് മാത്രമുള്ളതാണ്. ഒരിക്കലും അത് താങ്കൾക്ക് ബാധകമാവില്ല. മന്ത്രിക്ക് കോപം വരും. മഗധയിലെ രാജ്യകാര്യങ്ങളെല്ലാം നിലയ്ക്കും. പോകരുത് മഹാരാജൻ, പോകരുത്. ഈ സ്ഥിതിയിൽ എന്നെ തനിച്ചാക്കിയിട്ട് പോകാൻ അങ്ങേക്കാവുമോ? എങ്കിൽ ആ കഠാര അതെന്റെ നെഞ്ചിൽ കുത്തിയിറക്കിയ ശേഷം അങ്ങേക്ക് പോകാം. നിന്നെ വേഷം മാറ്റി രഹസ്യമായി ഞാൻ മഗധയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ പിന്നെ ഈ ഏകാന്തത ഉണ്ടാവില്ല, ഈ പ്രേമവും അനുരാഗവും ഉണ്ടാകില്ല. എല്ലാം രാജ്യകാര്യങ്ങളുടെ ദൂഷിത വലയത്തിൽപ്പെട്ട് അസ്തമിച്ചു പോകും. വേണ്ട, അങ്ങ് ഇതേപോലെ ഇനിയും കുറച്ചു കാലം എന്നോടൊത്ത് കഴിയൂ. ഒരു 2 മാസമെങ്കിലും. എങ്കിൽ എന്റെ ബാക്കിയുള്ള ജീവിതം ഈ ഓർമ്മകളെ തഴുകി താലോലിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞുകൊള്ളാം. അങ്ങ് നാളെ പോകരുത്, ദയവുണ്ടാകണം. ഗോവിന്ദസ്വാമി മഹാരാജൻ, ഇതാണോ താങ്കളുടെ സുരക്ഷാ വ്യവസ്ഥ? ഇതാണോ താങ്കളുടെ രഹസ്യചാരന്മാരുടെ മികവ്? എന്താ താങ്കൾ അറിഞ്ഞില്ലേ, ആമ്രപാലിയുടെ ഭവനത്തിൽ വിദേശി താമസമുണ്ടെന്ന്? അറിഞ്ഞു മഹാരാജൻ. പക്ഷെ എനിക്ക് ആ രഹസ്യ സന്ദേശത്തിൽ വിശ്വാസം വരുന്നില്ല. വൈശാലിയുടെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ച് അങ്ങേക്കറിയാമല്ലോ. നഗര കവാടത്തിൽ തൂക്കിയിട്ട മണി തരണം ചെയ്ത് ഒരാൾക്കും അകത്ത് പ്രവേശിക്കാൻ കഴിയില്ല. ആയുധങ്ങൾ അണിഞ്ഞ യോദ്ധാക്കൾ പകലും രാത്രിയും നഗരത്തിന് കാവൽ നിൽക്കുന്നുമുണ്ട്. എന്നിട്ടും മഹാനാമൻ ഈ നഗരം വിട്ടുപോയില്ലേ? അത് മഹാരാജൻ, കഴിഞ്ഞത് കഴിഞ്ഞു. ആമ്രപാലിയുടെ വീടിനു ചുറ്റും സമർത്ഥരായ രഹസ്യചാരന്മാരെ ഉടൻ നിയോഗിക്കണം. അടിയൻ. അവൾ ഗണികയാണ്, സ്വതന്ത്രയാണ്. വൈശാലിയിലെ നിയമപ്രകാരം നമുക്ക് അവളുടെ വീട്ടിൽ കയറി പരിശോധിക്കാനാവില്ല. അവിടെ വന്ന വിദേശിയെ മറ്റു മാർഗങ്ങളിൽ കൂടി ഉപായത്തിൽ ബന്ധനസ്ഥനാക്കാനുള്ള നടപടികൾ എടുക്കണം. ഇനിയും ഇത്തരം വീഴ്ചകൾ നാം അനുവദിക്കുന്നതല്ല. ഇല്ല മഹാരാജൻ, ഇത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഗൗരവതരമായ കാര്യമാണ്. അങ്ങ് വേവലാതിപ്പെടേണ്ട. വൈശാലിയിലേക്ക് പുറത്തുനിന്ന് വരുന്ന യാത്രികരുടെ വരവും പോക്കും നിർബാധം തുടരുന്നുണ്ട്. അതിൽ മഗധയിൽ നിന്നുള്ള യാത്രികരും ധാരാളമുണ്ട്. ഞാൻ പരിശോധിക്കാം വരുന്നവർ ആരൊക്കെയെന്ന്, എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന്. ഇക്കൂട്ടത്തിൽ തടവിലാക്കപ്പെട്ട ചിലരുണ്ട്, ഗൂഢാലോചനക്കാരുണ്ട്. അവരെയൊന്ന് കൈകാര്യം ചെയ്യാൻ സമയമായിരിക്കുന്നു. അപ്പോൾ സത്യങ്ങൾ താനെ പുറത്തു വരും. ഞാനത് ചെയ്യാൻ പോവുകയാണ്. അനുമതി തന്നാലും മഹാരാജൻ. അമ്രപാലി, മകളെ, എന്താ പരിഭ്രമിച്ച മട്ടുണ്ടല്ലോ, എന്തു പറ്റി? അനർത്ഥങ്ങൾ.
വലിയ അനർത്ഥങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അങ്ങ് എത്രയും വേഗം ഈ നഗരം വിട്ടു പോണം. മഹാനാമൻ സ്വാമി പുറത്തു നിന്നും രഹസ്യ സന്ദേശം അയച്ചിട്ടുണ്ട്. അച്ഛനോ? എന്റെ അച്ഛൻ എവിടെയാണുള്ളത്? വേഗം പറയൂ തരള. പറയാം, അതൊന്നും പറയാൻ ഇപ്പോൾ സമയമില്ല. വകുല വഴി ഗോപമന്ത്രി വിവരങ്ങൾ മഹാനാമ സ്വാമിയെ അറിയിച്ചിരുന്നു. ഏത് നിമിഷവും സൈനികർ ഈ വീട് വളഞ്ഞേക്കും. വ്യാപാരിയായ കാമസ്വാമി ഒരു വണ്ടിയും മിടുക്കനായ വണ്ടിക്കാരനെയും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മഹാനാമൻ സ്വാമി ബുദ്ധഭിക്ഷുവിന്റെ രൂപത്തിൽ അമ്പവനത്തിലെത്തിയിട്ടുണ്ട്. അങ്ങേ കൊണ്ടുപോകാൻ ആരെങ്കിലും അങ്ങേ ഇവിടെ കാണാനിടയാവുന്നതിനു മുമ്പ് തന്നെ രക്ഷപ്പെടുകയാണ് ഉചിതം. അങ്ങ് ഒരു വ്യാപാരിയുടെ വേഷത്തിൽ നഗരത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഒരു വിനാഴിക പോലും വൈകാനിടയാവരുത്. ദേവി, അമ്മേ, കാത്തുരക്ഷിക്കണേ. കച്ചവട സാധനങ്ങൾ നിറച്ച വണ്ടിയുമായി കാമസ്വാമിയുടെ ഒരു അനുചരൻ ഉടൻ വീടിന്റെ പിന്നാമ്പുറത്തെത്തു. അങ്ങ് തയ്യാറായാലും മഹാരാജൻ? ഈ വകുലയെ വിശ്വസിക്കാമോ തരള? തീർച്ചയായും. ആവശ്യം വന്നാൽ ജീവത്യാഗത്തിന് പോലും അവൾ തയ്യാറാവും. ശരി, മഹാരാജാവ് പുറപ്പെടുകയാണ്. പോയി കാര്യങ്ങൾ ഏർപ്പാടാക്കിക്കൊള്ളൂ. ഓ ശരി. ആമ്രപാലി, എന്തിനാണ് ദുഃഖിക്കുന്നത്? സാഹചര്യങ്ങളുടെ അടിമകളാണ് നാമെല്ലാം. കുറച്ചു ദിവസങ്ങൾ അങ്ങയോടൊത്ത് കഴിയണമെന്ന് എന്റെ ആഗ്രഹം അങ്ങ് എനിക്ക് സാധിപ്പിച്ചു തന്നു. ഏതാനും മാസങ്ങൾ കൂടി എന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അതും അങ്ങ് സമ്മതിച്ചു. അനുരാഗത്തിന്റെയും പ്രണയത്തിന്റെയും ദിവസങ്ങൾ അവസാനിച്ചു. പെട്ടെന്ന് നിന്നെ വിട്ടുപോകേണ്ടി വരുന്നതിൽ എനിക്കും ദുഃഖമുണ്ട്. അതെത്രയെന്ന് എനിക്ക് മാത്രമേ അറിയൂ. എന്തു ചെയ്യാം? അങ്ങയുടെ പ്രേമത്തിന്റെ തീവ്രത ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഇനി തമ്മിൽ കാണാൻ എന്താണ് ഭാഗ്യമുണ്ടാവുക എന്നറിയില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. പറയൂ ആമ്രപാലി. അങ്ങൊരു അച്ഛനാകാൻ പോകുന്നു. ആമ്രപാലി, അതെ. എന്റെ പ്രിയേ, എത്ര സന്തോഷകരമായ വാർത്ത! ഞാൻ എത്ര ഭാഗ്യവാൻ! എന്റെ അമൂല്യമായ മുത്ത്, എന്റെ ആമ്രപാലി. ഞാൻ ആഗ്രഹിച്ചതെല്ലാം സാധിച്ചു. പോകുന്നതിന് മുൻപ് അങ്ങ് എനിക്കൊരു വാക്ക് തരണം. പറയൂ ആമ്രപാലി, നിനക്കെന്തും ആവശ്യപ്പെടാം. എനിക്ക് പിറക്കാൻ പോകുന്ന കൺമണിക്ക് അങ്ങയുടെ സംരക്ഷണം വേണം. അങ്ങയുടെ പേരിന്റെ ബലവും ആനുകൂല്യവും ലഭിക്കണം. തീർച്ചയായും ഞാൻ നിനക്ക് വാക്ക് തരുന്നു. ഈ മോതിരം സൂക്ഷിച്ചു വെക്കാൻ. ഇത് എന്റെ അമ്മ എനിക്ക് സമ്മാനിച്ചതാണ്. മഹാരാജൻ, സാഹചര്യങ്ങൾ കുറച്ച് അനുകൂലമാകുമ്പോ അവൻ എന്റെ അടുത്തേക്ക് പറഞ്ഞേക്കണം. തിരിച്ചറിയാനായി ഈ മോതിരവും കൊടുത്തു. അവന്റെ അച്ഛനെ കണ്ട് സന്തോഷിക്കും. ഞാൻ അവനെ വാരിപ്പുണരും. എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും ഒരു കാലത്തും ഞാൻ നിന്നെ മറക്കില്ല. ഇത് മഗധയിലെ മഹാരാജാവ് ബിംബിസാരന്റെ വാക്കാണ്. മതി, അത് മാത്രം മതി. ഗോപന്ന, അങ്ങയോട് ഞാൻ എന്തൊളിച്ചു വെക്കാനാണ്? വിഷസർപ്പങ്ങളും നരഭോജികളുമുള്ള കാട്ടിൽ പോലും ജീവിക്കാം. പക്ഷേ മനുഷ്യത്വത്തിന്റെ കണിക പോലുമില്ലാത്ത ക്രൂരമായ നിയമങ്ങൾ, ജനങ്ങളെ കൂട്ടാക്കാത്ത രാജാവ്, അങ്ങനെയൊരു രാജ്യത്ത് ജീവിക്കാനാവില്ല. വൈശാലി വിട്ടോടി വന്ന് എനിക്ക് അഭയം തന്ന താങ്കളോട് വളരെ നന്ദിയുണ്ട്. എല്ലാം എനിക്കറിയാവുന്നതല്ലേ മഹാനാമൻ? ഒരപേക്ഷ കൂടിയുണ്ട്. അതുകൂടി പൂർത്തീകരിച്ചിട്ട് വേണം ശേഷിച്ച ജീവിതം ഒരു ബുദ്ധഭിക്ഷുവായി ശാന്തിയോടെ ജീവിച്ചു തീർക്കാൻ. പറയൂ മഹാനാമ, ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ആമ്രപാലിയുടെ മകൻ അഭയ്, അവൻ മഹാരാജാ ബിംബിസാരന്റെയും മകനാണ്. താങ്കൾക്കും അറിവുള്ള കാര്യം, അവനിപ്പോൾ 15 വയസ്സു തികഞ്ഞു. ആമ്രപാലി ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. അവൻ വൈശാലിയിൽ തന്നെ തുടരുന്നതിൽ അവൾക്ക് താൽപര്യമില്ല. മഹാരാജാവ് സമ്മാനിച്ച മോതിരവുമായി അവനെ ഒരു വ്യാപാരിയുടെ കൂടെ ഇങ്ങോട്ട് അയക്കുകയാണ്. അച്ഛന്റെയും മകന്റെയും സമാഗമത്തിനു വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരണമെന്നാണ് അങ്ങയോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. അഭയ് അവന്റെ അച്ഛനെ നേരിൽ കാണട്ടെ. ആമ്രപാലിയുടെയും മഹാരാജാവിന്റെയും ബന്ധത്തിന് ഞാൻ സാക്ഷിയാണ്, ഞാൻ മാത്രം. പക്ഷെ ഇപ്പോ
അന്തഃപുരത്തിലെ സ്ഥിതിഗതികൾ അത്ര അനുകൂലമല്ല. അതെന്താണ്? മഹാരാജാവിന്റെ മകൻ രാജകുമാരൻ അജാതശത്രു അച്ഛന്റെ ശത്രുവായി തീർന്നിരിക്കുന്നു. കുമാരന്റെ സുഹൃത്തായ ദേവദത്തനാണ് അവനെ ഉപദേശിച്ച് വഴിതെറ്റിക്കുന്നത്. രാജകുമാരന്റെ ജനന സമയത്ത് ജ്യോതിഷികൾ പ്രവചിച്ചതുപോലൊന്നും സംഭവിക്കരുതേ എന്നാണിപ്പോൾ എന്റെ പ്രാർത്ഥന. ജ്യോതിഷികൾ എന്താണ് പറഞ്ഞത്? ചേലാദേവിയുടെ മകൻ അജാതശത്രു പിതൃഘാതകനായി തീരുമത്രേ. എന്താണ് രാജകുമാരന്റെ ആവശ്യം? വേറെ എന്താവശ്യം? മഹാരാജാവ് ബുദ്ധന്റെ അനുയായിയാണ്. അജാതശത്രുവിന് അതിഷ്ടമല്ല, അത്ര തന്നെ. അങ്ങനെയെങ്കിൽ അഭയ വന്നാൽ അവന് രാജാവിനെ സഹായിക്കാനാവുമല്ലോ. 15 വയസ്സുള്ള കുട്ടി രാജാവിനെ എങ്ങനെ സഹായിക്കാനാണ്? അതായത് അഭയനെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതാണോ? അല്ല, അങ്ങനെയല്ല. വൈശാലിയിൽ നടന്ന കാര്യങ്ങളെല്ലാം എനിക്കറിയാം. വൈശാലി രാജ്യസഭ അങ്ങയുടെ ആഗ്രഹങ്ങൾ നിരാകരിച്ചതും ആമ്രപാലിയോട് അനീതി കാട്ടിയതുമെല്ലാം എനിക്കറിയാം. അവളുടെ മകന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. അഭയനെ ഇങ്ങോട്ട് അയക്കാൻ പറയൂ. ഞാൻ അവനെ കൊണ്ടുപോയി രാജാവിന്റെ മുമ്പിൽ നേരിട്ട് ഹാജരാക്കാം. സന്തോഷമായി ഗോവന്ന, സന്തോഷമായി. നന്ദിയുണ്ട്. അവനിവിടെ എത്തുന്ന നിമിഷം തന്നെ ഞാൻ അവനെ താങ്കളുടെ മുന്നിലെത്തിക്കാം. മഹാരാജാവ് വളരെ ദയാലുവാണ്. എനിക്കുറപ്പുണ്ട് എല്ലാം ശുഭകരമായി നടക്കും. താങ്കളുടെ ആഗ്രഹം സാധിക്കും. ആമ്രപാലി, സമയം അസ്തമരാശി കഴിഞ്ഞു. തോട്ടത്തിലെ ഇരുണ്ട മൂലയ്ക്ക് വള്ളിക്കുടിലെ ഏകാന്തതയിൽ ഒറ്റയ്ക്കിരുന്ന് നീ എന്ത് ചെയ്യുകയാണ് മകളെ? ഏകാന്തത കൊണ്ട് ദുഃഖം ശമിക്കുമെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? വാ, നല്ല കാറ്റുള്ള തുറന്ന സ്ഥലത്ത് നമുക്ക് പോയിരിക്കാം. നീ എന്താ ഇപ്പോൾ സംഗീതോപകരണങ്ങളൊന്നും വായിക്കാത്തത്? ദുഃഖങ്ങൾ കുറയ്ക്കാൻ ഏറ്റവും പറ്റിയ മരുന്നാണ് സംഗീതം. വിധി എന്നോട് ഇപ്പോഴും ഇത്രയും ക്രൂരമായി പെരുമാറുന്നത് എന്താണ്? സഹിക്കാനാവുന്നതിലപ്പുറം വേദനകൾ, ദുഃഖങ്ങൾ കുറച്ചുനേരം വീണ വായിച്ചതുകൊണ്ടോ നൃത്തം ചെയ്തതുകൊണ്ടോ മാറുന്ന ഒന്നല്ല ഇതൊന്നും. എല്ലാത്തിനോടും മടുപ്പ് തോന്നുന്നു എനിക്കിപ്പോൾ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബിംബിസാര മഹാരാജാവ് തടവറയിൽ കിടന്ന് നരകിക്കുകയാണ്. സ്വന്തം മകനായ അജാതശത്രുവിന്റെ കൈകൊണ്ടാണ് എല്ലാ ദുഃഖങ്ങളും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരുന്നത്. മന്ത്രി ഗോപന്നയുടെ ദയ കൊണ്ട് അഭയന് തക്ഷശിലയിൽ നല്ല വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ഭിക്ഷുവായി ദേശാടനം നടത്തുന്നു. ബുദ്ധഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച ഭാഗ്യവാനാണ് എന്റെ പ്രിയതമൻ. എന്നിട്ടും എന്റെ ജീവിതത്തിൽ ഇനിയും എന്താണ് അനുഭവിക്കാൻ ബാക്കിയുള്ളത്? അങ്ങനെ പറയരുത് മകളെ. മനസ്സിനെ നിയന്ത്രിക്കണം. എന്തിനാണ് ഇങ്ങനെ സ്വയം ശിക്ഷിക്കുന്നത്? ദുഃഖം മനുഷ്യജീവനെ വളരെ വേഗത്തിൽ മരണത്തോടടുപ്പിക്കും. പക്ഷേ ജീവൻ അമൂല്യമാണ് മകളെ, വിലമതിക്കാനാവാത്തത്. ദുഃഖങ്ങളോട് യുദ്ധം ചെയ്ത് അവയെ തോൽപ്പിക്കാനാകണം. വിഡ്ഢിത്തം പുലമ്പല്ലേ തരള. മനസ്സിനെ ദുഃഖത്തിൽ നിന്നും സുഖത്തിലേക്ക് എത്തിക്കുന്നത് വസ്ത്രം മാറും പോലെ അത്ര എളുപ്പമാണോ? മനസ്സിന്റെ ഗതിവിഗതികളെ എങ്ങനെ നിയന്ത്രിക്കാനാകും തരള? മനുഷ്യ മനസ്സിനെ സന്തോഷിപ്പിക്കലാണ് നിന്റെ ദൗത്യം, ദുഃഖം പങ്കുവെക്കലല്ല. അത് നീ മറക്കരുത്. ദേവി, ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. പറയ് ഭീമ. ഭഗവാൻ ശ്രീബുദ്ധൻ തന്റെ ശിഷ്യന്മാരോട് എഴുന്നള്ളിയിരിക്കുന്നു. മാന്തോപ്പിൽ വിശ്രമിക്കുന്നുണ്ട്. വൈശാലി നഗരത്തിലെ എല്ലാ പ്രമുഖ വ്യക്തികളും സാധാരണ ജനങ്ങളും ഭഗവത് ദർശനത്തിനായി കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടിരിക്കുന്നു. ഓ, നല്ല വാർത്ത. ഭീമ, പോയി ശ്യാമിലിക്കിനോട് പറയും ഉടൻ രഥവുമായി എത്താൻ. എനിക്ക് പോണം. പോയി ഭഗവത് ദർശനം നടത്തണം. ശരി ദേവി. ആഹാ, ഈയൊരു വാർത്ത കേട്ടതോടെ നിന്റെ മുഖം വീണ്ടും തെളിഞ്ഞല്ലോ. സന്തോഷമായി ഇല്ലേ? ഇതൊരു നിമിത്തമായിരിക്കാം. ഭഗവാൻ ബുദ്ധൻ ഈ സമയത്ത് എത്തിയത് തന്നെ എനിക്ക് വേണ്ടിയായിരിക്കും. അങ്ങനെ തോന്നുന്നില്ലേ തരള? അതെ, എനിക്കുറപ്പാണ്. സമയം കളയാനില്ല, വേഗം പുറപ്പെടാം. ശരി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സന്യാസി വര്യന്മാരെ, നമ്മൾ ഇന്നെന്താണോ അത് പരിണാമങ്ങളുടെ പരിണിത ഫലമാണ്. നമ്മുടെ ചിന്തകളുടെ, നമ്മുടെ ഭാവനകളുടെ, നമ്മുടെ മനനങ്ങളുടെ, നാം പിന്തുടരുന്ന പാതകളുടെ.
നമ്മുടെ ചിന്തകൾ കളങ്കിതമാണെങ്കിൽ, വാക്കുകളും പ്രവൃത്തികളും സ്വാർത്ഥതരമാണെങ്കിൽ അതിന്റെ ഫലവും കഷ്ടതരമായിരിക്കും. കർമ്മവും വചനവും പരിശുദ്ധമാണെങ്കിൽ സമാധാനവും സന്തോഷവും ജീവിതകാലം മുഴുവൻ നമ്മോടുകൂടെ ഉണ്ടാകും. വിചാരങ്ങൾ പരിശുദ്ധമായിരിക്കട്ടെ. സഹജീവികളെയും സമൂഹത്തെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ശീലിക്കൂ. ഇന്ദ്രിയമോഹങ്ങളുടെ കെട്ടുപാടുകളിൽ നിന്ന് മുക്തി നേടൂ. ശാരീരികമായ ചോദനകളെ എതിർത്തു തോൽപ്പിക്കൂ. സംയമനം പാലിക്കൂ. സമൂഹത്തിലെ മര്യാദകളെ ലംഘിക്കുന്ന ഒന്നും നാം ചെയ്തു പോകരുത്. ശിഷ്യ ആനന്ദ, എന്താണ് നിനക്ക് തോന്നുന്നത്? അതെ, തീർച്ചയായും ഭഗവാൻ. ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ധമ്മം ശരണം ഗച്ഛാമി. തരള, എന്താണെന്നറിയില്ല, ഹൃദയം വല്ലാതെ പിടയ്ക്കുന്നു, കൈകാലുകൾ വിറയ്ക്കുന്നു. വാ, നമുക്കിറങ്ങി നടക്കാം. ആ, ശരിയാണ്. ഇനി അങ്ങോട്ട് വണ്ടിക്ക് പോകാനാവില്ല. ഇറങ്ങിയേ പറ്റൂ. ഇറങ്ങൂ. വേഗം വേഗം. ഭഗവാൻ, ആമ്രപാലി അങ്ങയെ പ്രണമിക്കുന്നു. അനുഗ്രഹിക്കണേ. ഈ ആശ്രമത്തിലെ ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ എന്നെയും അനുവദിച്ചാലും. ആമ്രപാലി, മകളെ, മനുഷ്യരുടെ പാപപങ്കിലവും വിഷലിപ്തവുമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കരുത്. മൗനമാണ് ശാന്തി പ്രദാനം ചെയ്യുന്നത്. ബന്ധങ്ങളാണ് എല്ലാ ദുഃഖങ്ങളുടെയും മൂലകാരണം. ലോകം സമാധാനപൂർണമാകണമെങ്കിൽ ജ്ഞാനമാണ് സാധനയാക്കേണ്ടത്. ഭഗവാൻ, അങ്ങയുടെ ഉപദേശങ്ങൾ എന്നെപ്പോലുള്ളവർക്ക് അമൃതത്തിന് സമമാണ്. എനിക്കൊരപേക്ഷയുണ്ട്. പറയൂ മകളെ. അങ്ങ് എല്ലാ ശിഷ്യഗണങ്ങളും ഒത്തുവന്ന് എന്റെ ആതിഥ്യം സ്വീകരിക്കണം. ഓ, അങ്ങനെയാകട്ടെ. സന്തോഷം. സന്തോഷം എനിക്കാണ് ഭഗവാൻ. ഞാൻ ധന്യയായി. ആമ്രപാലി വിട പറയുന്നു പ്രഭു. മംഗളം ഭവിക്കട്ടെ. ഈ ശബ്ദഘോഷം അതെന്താണ് ആനന്ദ? ഭഗവാൻ, അത് ഈ രാജ്യത്തെ ലിച്ചാവി രാജകുടുംബത്തിലെ 8 പ്രമുഖ കുടുംബാംഗങ്ങൾ അങ്ങയെ ദർശിക്കാൻ വന്നതിന്റെ ഘോഷമാണ് ഗുരു. ഇത് ഈ നഗരവുമായി അവസാനത്തെ കൂടിക്കാഴ്ചയാണ്. വൈശാലി പഴയ വൈശാലിയല്ല. മുമ്പ് മനോഹരവും സമ്പന്നവും സുരക്ഷിതവും അതിസമൃദ്ധവുമൊക്കെയായിരുന്നു ഈ നഗരം. പക്ഷെ ഇന്ന് സ്പർദ്ധയും അക്രമവും അനീതിയും ഈ നഗരത്തിന് മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രണാമം ഭഗവാൻ. പ്രണാമം മാന്യമിത്രമേ. നാളെ അങ്ങ് ശിഷ്യന്മാരുടെ കൂടെ എന്റെ ഭവനത്തിൽ വരണം. ഭക്ഷണം കഴിക്കണം. ക്ഷമിക്കണം, നാളെ അമ്രപാലിയുടെ ആതിഥ്യം സ്വീകരിക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തു പോയല്ലോ. എന്ത്? ഒരു ഗണികയുടെ ആതിഥ്യമോ? ഇത് രാജകുടുംബത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എവിടെ അവൾ? ആ ഗണിക? ഹേയ് ഗണിക, ഞങ്ങളെ അപമാനിച്ചിട്ട് പൊയ്ക്കളയാമെന്നാണോ? വാ ഇവിടെ. ഉന്നത കുലജാതരായ ലിച്ചാവി കുടുംബത്തിലെ സ്ത്രീകളോടാണോ വെറും കീടമായ നീ? മഹാത്മാവേ, അങ്ങ് എന്തൊക്കെയാണ് പറയുന്നത്? കീടം, അപമാനം. ഭഗവാൻ ബുദ്ധനെ സ്വീകരിക്കുന്നതാണോ അങ്ങയുടെ രോഷത്തിന് കാരണം? അതെങ്ങനെ അങ്ങയെ അപമാനിക്കലാവും? ഇപ്പോൾ തന്നെ പോയി അദ്ദേഹത്തോട് പറയ്, ആമ്രപാലി ക്ഷണം പിൻവലിച്ചെന്ന്. പോ. പകരമായി ഞാൻ നിനക്ക് 7000 സ്വർണ്ണ നാണയങ്ങൾ തരാം. പോയി പറ. ആര്യപുത്ര, ഈ വൈശാലി രാജ്യം മുഴുവൻ എനിക്ക് തരാമെന്ന് പറഞ്ഞാലും ഞാനത് പറയില്ല. ഞാൻ അദ്ദേഹത്തെ അപമാനിക്കില്ല. ക്ഷമിക്കണം. ശ്യാമളിക്, നമുക്ക് പോകാം. ഈ ഗണിക വീണ്ടും നമ്മളെ എല്ലാം അപമാനിച്ചിരിക്കുന്നു. തരള, എല്ലാം
ഏർപ്പാടുകളും പൂർത്തിയായില്ലേ തരല? എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷം ഭഗവാൻ ശ്രീബുദ്ധൻ ഈ ഗണികയുടെ ആതിഥ്യം സ്വീകരിക്കാൻ എത്തുന്നു. അതും രാജകുടുംബങ്ങളുടെ ക്ഷണം നിരസിച്ചുകൊണ്ട്. ഇതിൽ പരം എനിക്കൊരു സായുജ്യമുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ. വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നിന്റെ മുഖം പ്രസന്നമായിരിക്കുന്നു. മുമ്പ് മഹാരാജാ ബിംബിസാറിനുമൊത്ത് കഴിഞ്ഞിരുന്ന നാളുകളിൽ കണ്ട അതേ പ്രകാശം, അതേ സന്തോഷം, അതേ ഉത്സാഹം. ഭഗവാൻ എഴുന്നള്ളുന്നു. വരൂ, സ്വീകരിക്കാം. ആമ്രപാലി, ഭഗവാനെ, വളരെ രുചികരമായ ഭക്ഷണം ആസ്വദിച്ചു കഴിച്ചു. സന്തോഷമായി മകളെ. നിനക്ക് എന്നോട് എന്തോ ചോദിക്കാനുണ്ടോ? ഒരു ഭിക്ഷ ചോദിച്ചോട്ടെ ഭഗവാൻ. ഭിക്ഷയോ? ആമ്രപാലിക്ക് ഭിക്ഷയോ? അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ആരെങ്കിലും എനിക്കൊരു ഉത്തരീയം തരുമോ? ആനന്ദ. ഓ ഗുരു. ആമ്രപാലി, ഇതാ, ഇതെടുത്തോളൂ. ഞാൻ ഇപ്പോൾ തിരിച്ചെത്താം. ഇതെന്താണ്? വിലപിടിച്ച വേഷഭൂഷാദികളൊക്കെ മാറ്റി എന്റെ പഴയ ഉത്തരീയം? എവിടെ ഭവതിയുടെ ആഭരണങ്ങൾ? എവിടെ ചമയങ്ങൾ? എനിക്ക് അഭയം തന്നാലും. എഴുന്നേൽക്കൂ മകളെ. എന്താണ് നിന്റെ ഉദ്ദേശ്യം? ഭഗവാനെ, പങ്കിലയായ ഈ സ്ത്രീക്ക് എന്തുദ്ദേശം? ശപിക്കപ്പെട്ട ജന്മം. ജീവിതത്തിലെ സുഖാനുഭവങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ടവളാണ് ഞാൻ. വഞ്ചിക്കപ്പെട്ടവൾ. എന്റെ ദുർവൃത്തിയുടെ ശമ്പളമാണ് ഇന്നീ കുമിഞ്ഞു കൂടിയ സമ്പത്തെല്ലാം. 2 ശുഭമുഹൂർത്തങ്ങൾ മാത്രമേ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഒന്നാമത്തേത് മഗധരാജ്യത്തിന്റെ ഭാവി രാജാവിന്റെ രാജമാതാവായി ഞാൻ എന്നതാണ്. 2ാമത്തെ ശുഭമുഹൂർത്തം ഇതാണ്. എന്റെ വീട്ടിൽ അങ്ങയുടെ പാദസ്പർശമുണ്ടായിരിക്കുന്നു. ഈ ഒരു ആഘോഷവേളയിൽ വലിയൊരു മോഹം കൂടിയുണ്ട്. അങ്ങയുടെ പാദസ്പർശമേറ്റ ഈ ഭവനത്തിൽ ഇനി ഈ ആഡംബര വസ്തുക്കളൊന്നും വേണ്ട, സുഖഭോഗ വസ്തുക്കൾ വേണ്ട. എല്ലാം ഞാൻ അങ്ങയുടെ ചരണങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ മണിമാളികകൾ, പണപ്പെട്ടികൾ, സ്വർണാഭരണങ്ങൾ, ആന, കുതിര തുടങ്ങിയ മൃഗങ്ങൾ, രഥം, വില കൂടിയ വസ്ത്രങ്ങൾ എല്ലാം അങ്ങ് തന്ന ഈ വസ്ത്രം മാത്രം മതി ഇനി എനിക്ക് എന്റെ നഗ്നത മറയ്ക്കാനായി. ഇന്ന് തൊട്ട് ആമ്രപാലി ഭഗവൻ ബുദ്ധന്റെ ശിഷ്യയാണ്. അങ്ങയുടെ കാലടികളാണ് എനിക്ക് ശരണം. ഭിക്ഷ കിട്ടിയ ഈ വസ്ത്രത്തിന്റെ പവിത്രത ഞാൻ എന്നും കാത്തു സൂക്ഷിക്കും. ഭഗവാനെ, അനുഗ്രഹിച്ചാലും മോക്ഷം തന്നാലും. എഴുന്നേൽക്കൂ മകളെ, എഴുന്നേൽക്കൂ മകളെ. കണ്ണു തുടയ്ക്കൂ മകളെ. ആമ്രപാലി. ഗുരു, ഗുരു, ഗുരു. ആമ്രപാലി ദേശീയ നാടകം സമാപിക്കുന്നു. മൂല തെലുങ്ക് രചന ഇന്ദ്രഗണ്ഡി ശ്രീകാന്ത് ശർമ്മ. ഹിന്ദി വിവർത്തനം ഡോക്ടർ TC വസന്ത. മലയാള പരിഭാഷ സത്യനാഥ് രാമനാട്ടുകര. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ആമ്രപാലി സൗവർണിക വാരിജൻ, തരള LC സുകുമാരൻ, ബിംബിസാരൻ സുന്ദർരാജ് രാമനാട്ടുകര, മഹാനാമൻ KC കരുണാകരൻ പേരാമ്പ്ര, സിംഹസ്വാമി ഹരികൃഷ്ണൻ നമ്പൂതിരി, ഗോപമന്ത്രി NV ബിജു, ബുദ്ധൻ ടോമി എബ്രഹാം, ഗോവിന്ദസ്വാമി ഗംഗാധരൻ ആയിടത്തിൽ, പ്രഭുക്കന്മാർ വിനോദ് മേക്കോത്ത്, S വിജയകുമാർ, അനിൽ ആയഞ്ചേരി, ചിത്രകാരൻ ബാദരി MT ശ്രീകേഷ്, ആനന്ദൻ ശോഭീഷ് പേരാമ്പ്ര, ഭീമാസ്വാമി NK എടക്കയിൽ, ശ്യാമളിക് TK മനോജ് കുമാർ, സേവകൻ T പുരുഷു. സംവിധാനം മാത്യു ജോസഫ്, TV അശ്വതി. സഹായം P നിഷ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.